Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. പകലിൻ
പുതുമകളാടാൻ വന്നാട്ടെ പുന്നെല്ലിൻ പാടത്ത് പുല്ലണിഞ്ഞു കുന്നോളം നെന്മുത്തിൻ മോഹമായി ചന്ദ്രേട്ടാ, നന്നായി വരും. പഴമൊക്കെ തീർന്നോ? കടുപ്പത്തിലൊരു ചായ എടുത്തു. നീ എവിടെയായിരുന്നു? 3-4 ദിവസമായല്ലോ കണ്ടിട്ട്. എങ്ങനെ കാണാനാ? നേതാക്കന്മാരിങ്ങനെ ഓടി നടന്ന് പെണ്ണ് കേസി പ്രതിയാവുമ്പോ എന്നെ പോലൊരു നേതാവിന് സ്വന്തം തട്ടകത്തിൽ ഒതുങ്ങിക്കൂടാൻ പറ്റുമോ? അത് പറ്റില്ല. ഇയാളിപ്പോ ഏത് ഗ്രൂപ്പിലാ? അയ്യേ, അതല്ല, IA എന്ന 2 ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഈ 2 ഗ്രൂപ്പിലും പെടാത്ത കറ തീർന്ന കോൺഗ്രസ്സുകാരനാണ് ഈ ഞാൻ. അത് നന്നായി. ആര് വന്നാലും പോയാലും ഇയാൾക്കൊരു കുഴപ്പവും പറ്റത്തില്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് കൂട്ടിക്കോ. ഓ, ബാലനല്ലേ വരുന്നത്? ശരിയെന്നാ പിന്നെ കാണാം. നീ എന്താണ് ഇന്നലെ എറണാകുളത്ത് തങ്ങിയാ? കൊച്ചിനെ കണ്ട് അവൾക്ക് ഇത്തിരി സാധനങ്ങളൊക്കെ വാങ്ങി വന്നപ്പോഴേക്കും 6:30 ഷണ്ടിൽ അങ്ങ് പോയി. പിന്നെ ആലപ്പുഴ വന്ന് ഓട്ട പിടിക്കാന്നൊക്കെ വെച്ചാൽ വലിയ കാശെലവാ. 5 ഉറുപ്പിയുടെ പത്രം വാങ്ങി റെയിൽവേ സ്റ്റേഷനിൽ അങ്ങ് ഉറങ്ങി. എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഗസ്റ്റ് ഹൗസിൽ റൂം അറേഞ്ച് ചെയ്തില്ലായിരുന്നു. ഈ പേപ്പറും നല്ല ഒന്നാന്തരം മാർബിളിന്റെ ബെഞ്ചുള്ളപ്പോ പിന്നെ എന്തിനാ കുഞ്ഞെ സർക്കാർ വളർത്തുന്ന മൂട്ടയുടെ കടി ഞാൻ കൊള്ളുന്നത്? അവിടെ നേതാക്കന്മാർ കിടക്കുന്ന കട്ടില്ല. അവിടെ മൂട്ട ഉണ്ടായിരുന്നെങ്കിൽ അവന്മാർ അതിന്റെയും കൂടെ ചോര ഊറ്റി കുടിച്ചാന്. അതാ അയാള് പറഞ്ഞത് വാസ്തവ. ചായ കിട്ടിയില്ല. ചോദ്യം കേട്ടാ തോന്നും കാശ് ഇവിടെ തന്നെ ഏൽപ്പിച്ച പോലെ. അവൻ ആ ചായ കൊടുത്താരെ, കാശ് ഞാൻ തന്നേക്കാം. വേണ്ട, ഇത് പതിവാ. ഒരു ജന്മിക്കുള്ള അടിയാന്റെ ഔദാര്യം. എന്നാ പിന്നെ അങ്ങനെ തന്നെ. ഞാനായിട്ടത് തെറ്റിക്കണ്ട അല്ലേ കുമാരേട്ടാ? ശരി. എങ്ങനെ നടന്നിരുന്നവനാ ഇവൻ ഇത്രയും നന്നാവൂന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഹേയ്, നീ പണിക്ക് പോയില്ലേ? ഇല്ല, കാലത്തെ സുമ്മയുടെ വീട് വരെ പോണം. അളിയന്റെ കൊച്ചിന്റെ 28. നിനക്കൊന്നില്ല ബസ് കിട്ടിയില്ല അല്ലേ? ഇല്ല. അപ്പൊ പത്രം തന്നെ ശരണം. എടാ പിശുക്കണ്ടാന്ന് പറയുന്നില്ല, പക്ഷെ ഇത്രയ്ക്കാകരുത്. എന്നിട്ട് എന്നെ നേരാവണ്ണം ജീവിക്കാൻ പറ്റണല്ലേ? മോളെങ്ങനെ സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ ആളിപ്പോ പഴയതുപോലെയൊന്നല്ല. താമസിക്കുന്നിടത്ത് പോലും പാന്റും ഷർട്ടൊക്കെ ഇട്ട് വലിയ പരിഷ്കാരി പോലെ നിൽക്കണത്. സത്യം പറഞ്ഞ എന്റെ മോളെ എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. പെമ്പിള്ളേരങ്ങനാ, പെട്ടെന്നാ മാറ്റുണ്ടാവണേ. മാത്രമല്ല, ഒപ്പം താമസിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതൊക്കെ വലിയ വലിയ വീട്ടിലെ കുട്ടികളല്ലേ. എന്തായാലും എന്റെ മോളാകെ മാറി. കട്ടനെടുക്കട്ടെ? വേണ്ട സുമേ, ഞാനിപ്പോ ചന്ദ്രന്റെ കടന്നൊരു ചായ കുടിച്ചതേ ഉള്ളൂ. ചെല്ലട്ടെ. വിശേഷങ്ങൾ അറിയാൻ വീട്ടിലൊരുത്തി കാത്തിരിപ്പുണ്ട്. പാവം ഇവന്റെ ഒരു കാര്യം. അക്കോ, ബാലന് വരുന്നുണ്ട്. കട്ടനെടുത്താണോ? ആള് വന്നിട്ടുണ്ടാവില്ല. ഇതെന്താടെ കുട്ടപ്പായി പതിവില്ലാണ്ടൊരു കൂടി? പെണ്ണ് കാണാൻ പോവാ. ഇത് എത്രാമത്തെ തവണയാടാ ഈ പെണ്ണ് കാണാൻ പോക്ക്? കിട്ടണ കാശെല്ലാം ബ്രോക്കർ പാപ്പിക്ക് കൊടുക്ക. അവനെ അത്ര മണ്ടനൊന്നും അല്ല. വന്നേ മോടെ വിശേഷം പറ. അവള് മിടുക്കിയ. എപ്പോ നോക്കിയാലും പഠിത്തം തന്നെയാന്നാ അവിടുത്തെ ടീച്ചറമ്മ പറയണത്. ഓ, അത് കേട്ടാ മതി. ഈ കൊട അങ്ങോട്ട് വെച്ചു. വാ. ഒന്ന് പോ ആന്റി. ഈ ആന്റിക്ക് ഒരു നാണമില്ല. ഇവിടെ ഉണ്ട്, പുസ്തകം തിന്നുന്ന തിരക്കില്ല. അതങ്ങനെയാ. ചെലപ്പോ നേരം വെളുക്കുന്നവരിയ്ക്കുന്ന കാണാം.
ക്യാൻറ്റീനിൽ കയറി ഒരു ചായ കുടിക്കാൻ വിളിച്ചാൽ പോലും വരില്ല. ആദ്യമൊക്കെ ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. ശരിയാവുന്നേ, അല്ലാതെ എവിടെ പോവാനാ? ഓക്കെ ആന്റി, ഗുഡ് നൈറ്റ്. ആന്റിയാ, ബർത്ത്ഡേ പാർട്ടിക്ക് താൻ വരാത്തതിൽ നല്ല പരിഭവമുണ്ട് കക്ഷിക്ക്. രാത്രി മൊത്തം പഠിച്ചാലും തീരില്ല, അപ്പോഴാ പാർട്ടി. ആന്റിക്ക് തന്നോടൊരു പ്രത്യേക സ്നേഹമുണ്ട്, അതുകൊണ്ട് തന്നെ മാത്രം വിളിച്ചേ. അല്ലെന്ന് ഞാൻ പറഞ്ഞോ, പഠിക്കാനുള്ളത് കൊണ്ടല്ലേ. വെറുതെ അല്ല അവളുമാരൊക്കെ തന്നെ പുസ്തകപ്പുഴന്ന് വിളിക്കുന്നേ. നാളെയല്ലേ നിന്റെ ബർത്ത്ഡേ? നാളെ നിന്റെ ചെലവാ, പറഞ്ഞേക്കാം. അമ്മേ, ആ ഇതെന്താ ബാല പതിവില്ലാതെ ക്ഷേത്രത്തിലൊക്കെ? മോളുടെ പിറന്നാളാ. എല്ലാ മാസം തിരുവാതിര നാളിൽ അല്ലറ ചില്ലറ വഴിപാടൊക്കെ പതിവാ. മോള് നന്നായി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? നന്നായി, കഴിയുന്നിടത്തോളം പഠിപ്പിക്കണം. പണ്ടൊക്കെ പെൺകുട്ടികൾ ജനിച്ച തന്തയ്ക്കും തള്ളയ്ക്കും വേവലാതിയാ. ഇപ്പൊ നേരെ തിരിച്ച. ഇവനേതാ? മരിച്ചുപോയ കണാരന്റെ മോനാ. ഓ, എന്തുവാ നിന്റെ പേര്? കുട്ടപ്പായി. ഇവൻ എന്തുവാ പണി? ഹോട്ടൽ പണിയായിരുന്നു തിരുവല്ലയില്. ഓ, ഇനിയിപ്പോ ആ പണിക്ക് പോണില്ലെന്ന് ഇവൻ പറയണേ. ഇവിടെ ആകുമ്പോ ഉച്ചയ്ക്ക് മുൻപ് 500 ഉറുപ്പിക ഉണ്ടാക്കുന്നുണ്ട്. ആ, നാട്ടിൽ കിട്ടുന്നല്ലേ, അതാ നല്ലത്. എന്നാ ശരി, കാണാൻ പാല. അയാൾ ആരാ? അയാളോ? അയാൾ ആരാന്ന് നിന്റെ വിചാരം? എറണാകുളത്തെ പോലീസാ. എങ്ങനെയാ, ബോധമുണ്ടെങ്കിലല്ലേ? ഓ, കുട്ടപ്പായി ഇന്ന് പോയിരിക്കുന്നതേ ഏതാണ്ട് നടക്കുന്ന മട്ട. അതെന്താ? ആരും ഇല്ലാത്തൊരു പെണ്ണ. കാണാൻ അത്ര വലിയ ചന്തൊന്നും ഇല്ലെങ്കിലും നല്ല ഒന്നാന്തരം തയ്യക്കാരിയാന്നാ പറഞ്ഞു. നീ ഇതൊക്കെ എങ്ങനെ അറിയണേ? അങ്ങേലെ രമണിയുടെ വീടിന്റെ അടുത്താ. വാ വാ, കോളടിച്ചിലൂടാ. എന്തൊക്കെ കിട്ടി? ഏയ്, കുറച്ച് തുണിയാ. ഫോറിനാണോ നാടനാണോ ആർക്കറിയാം. ഓശാരം കിട്ടിയ പശുവിന്റെ വായിലെ പല്ല ആരെങ്കിലും എണ്ണി നോക്കും. ആരെണ്ണി? എപ്പോ? അളിയച്ചാര് ദുബായിക്കാനായിട്ട് വർഷം 6 എന്തെങ്കിലും തരുന്നത് ഇത് ആദ്യ. ഓ, തന്നാലും വാങ്ങില്ലല്ലോ, വലിയ അഭിമാനല്ലേ. വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? വിശേഷ ദിവസം പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല എന്നും പറഞ്ഞ് എല്ലാരും കൂടി ഇനി പറയാനൊന്നുമില്ല. അല്ല, നിന്റെ അളിയനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അവനൊരുമാതിരി ചക്കപ്പൂത്ത് പോലെ തടിച്ച് വീർത്തിരിക്കുന്നുണ്ട്. ആഹാ, അപ്പൊ അളിയനും കൂടി നല്ല വീശായിരുന്നു അല്ലേ? ഏയ്, ഒരു 4 എണ്ണം സ്കോച്ചാ. കരിയോയിൽ അടിക്കണം നമ്മുടെ തലയ്ക്ക് എങ്ങനെ പിടിക്കാനാ? ഇതാ, ഇത് നിനക്കും കെട്ടിവെക്കും. എന്റെ വകയല്ല, അളി നന്നയച്ചതാ. തന്നെ ഇതെന്റെ വക. ഒരു മൊബൈലാ മോൾക്ക്. മൊബൈലോ? എന്താ, കേട്ടിട്ടില്ലേ? അല്ല, ഇതൊന്നും പെൺകുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കരുത്. എന്നിട്ട് ഒരു കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നില്ല. നീ ഇത് മോൾ കൊണ്ട് കൊടുത്തേ. ഇനി അഥവാ ഇവൻ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ഞങ്ങളോട് പറയണം. ഞങ്ങൾ രണ്ടുപേരും കൂടി കൊണ്ട് കൊടുത്തോളാം. അല്ല, ഇനി അവിടെ പോയി ചോറും കറിയൊന്നും വെക്കാൻ നിക്കണ്ട. ഇവിടെ നല്ല ചോറും മീൻകറിയും കപ്പയും ഒക്കെ ഉണ്ട്. അപ്പൊ കപ്പ റെഡി ആകുമ്പോഴത്തേക്കും ഞങ്ങളും കെട്ടിക്കോളാം. ശരി, വാ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ട് എന്തിനാ? അച്ഛനറിഞ്ഞ സമ്മതിക്കില്ല. പിന്നെ നീ ഇവിടെ ഫോൺ ഉപയോഗിക്കുന്നത് കുട്ടനാട്ടിലിരിക്കുന്നത് നിന്റെ അച്ഛൻ അറിയാൻ പോവല്ലേ? എന്നാലും ഒരെന്നാലും ഇല്ല. സഞ്ജു വന്നപ്പോ ആന്റിക്ക് കൊണ്ട് കൊടുത്തതാ. നിനക്ക് ഫോണിലെന്ന് പറഞ്ഞപ്പോ ഒന്നും മിണ്ടാതെ ഇങ്ങ് തന്നു. പോരാത്തതിന് സിമ്മും. ആരേ സഞ്ജു? ആന്റിയുടെ ബ്രദറാ. നിനക്ക് വേണ്ടെങ്കിൽ ഇങ്ങ് തന്നേക്ക്, തിരിച്ചു കൊടുത്തേക്കാം. വേണ്ട, സ്നേഹത്തോടെ ഒരാൾ എന്ത് തന്നാലും തിരിച്ചു കൊടുക്കുന്ന ശരിയല്ല. അപ്പൊ വേണം. ഇതിന്നിപ്പോ വിളിക്കാൻ പറ്റുമോ? പിന്നെന്താ, മണിമാമന്റെ നമ്പറുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി തന്നതാ.
രാത്രിയിൽ എവിടെന്നാ വിളിക്കുന്നേന്ന് വെച്ചാലോ? എന്റെ ഫോണിൽ നിന്നാന്ന് പറയണം, അല്ലാതെ എന്താ? സുമി ആ ഫോണിന്ന് എടുക്ക്. ഹലോ. ആ ഹലോ, കൂട്ടുകാരിയോ? എന്തേ രാത്രിയില്? മോക്ക് എന്തു പറ്റി? എന്താടി? ദേ എറണാകുളത്തുനിന്ന് പൊന്നിന്റെ കൂട്ടുകാരിയാ. കൊച്ചിനെന്താ പറ്റിയെന്നൊന്ന് ചോദിച്ചേ. എന്ത് പറ്റാൻ? ചോദിക്കേ. ഹലോ ഹലോ, മോളാണോ? ആരാ? ഓ, പേടിച്ചു പോയല്ലോ മോളെ. ഈ ബുദ്ധൂസ് പറയേ മോൾക്ക് എന്താ പറ്റിയിട്ട് കൂട്ടുകാരി വിളിക്കുകയാണെന്ന്. ആ, മോളീ രാത്രിയിൽ എവിടുന്നാ വിളിക്കുന്നേ? ഇനി മോള് കൂട്ടുകാരുടെ ഫോണിൽ നിന്ന് വിളിക്കണ്ട. അത് അടുത്ത തവണ നിന്റെ അച്ഛൻ വരുമ്പോ നിനക്ക് മനസ്സിലായിക്കോളും. സുമടയിൽ കൊടുക്കാം. പൊന്നു, രാത്രി വിളിച്ചപ്പോ ഞാൻ പേടിച്ചു പോയിട്ടോ. ഞങ്ങളിന്ന് വീട്ടിൽ പോയിരുന്നു. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാ പോന്നെ. മോൾക്ക് സുഖാണല്ലോ? ആ ശരി. പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളക്ക് പുറലോകത്തെ കുറിച്ച് വല്ല ബോധമുണ്ടോ? കാലത്തിനനുസരിച്ച് കോലം കെട്ടണമെന്നാ പണ്ടുള്ളവര് പറഞ്ഞിരുന്നത്. എന്താടി കാലത്ത് ദേഹത്ത് ഭദ്രകാളി കേറിയോ? എങ്ങനെ കേറാതിരിക്കും? മോൾ ഇന്നലെ രാത്രി അങ്ങേല് വിളിച്ചിരുന്നു. ആര്? ഇവിടെ അറിഞ്ഞ ചീത്ത പറയുന്നു കരുതി അവള് പറയണ്ടെന്ന് പറഞ്ഞത്. പാവം. എന്തായാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നാലും അത് കൊണ്ടേ കൊടുക്കരുത്. കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞോ? കൊടുക്കാം. ആരെങ്കിലും വാങ്ങിച്ചു തന്നാലും പിന്നെയും കുറച്ച് കഴിയണം. വേണം. എന്താന്ന് വെച്ചാല് അവൾ എന്റെ മോളാ. ഈ കരയിൽ അവളെ പോലെ മിടിക്കായൊരു പെണ്ണ് വേറെ ആരുണ്ട്? അവൾക്ക് എന്ത് എപ്പോ എങ്ങനെയെല്ലാം വേണമെന്ന് നിന്റെ ഭർത്താവായ ഈ ബാലൻ തീരുമാനിക്കും. നീ ചെന്നൊരു ചായ ഇട്. ഇതാരുടെ വീടാ? വാ. മോളല്ലേ? അതെ. എന്താ അങ്ങനെ ചോദിച്ചേ? വെറുതെ ആദ്യം കണ്ടപ്പോ എനിക്ക് അങ്ങനെയാ തോന്നിയത്. ഞാനത് സഞ്ജുവിനോട് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞിട്ടില്ലേ, ആന്റിയുടെ അനിയനാ. ഒട്ടനെ പെണ്ണ് കെട്ടണമെന്ന് പറഞ്ഞു വന്ന ചെക്കനാ. ഒരു കുട്ടിയെ കണ്ട് ബോധിച്ചു എന്നും പറഞ്ഞു വരുമ്പോഴാ പൊന്നുവിനെ കാണുന്നത്. ഇപ്പോൾ അവൻ പറയുന്നത് കല്യാണം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതിയെന്നാ. എന്താ കാര്യം ആർക്കറിയാം. അയ്യോ, ഞാൻ മറന്നു. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ശേഖരേട്ടാ, നിങ്ങളിരിക്കെ, ഞാനിപ്പോ വരാം. എന്തൊക്കെയൊരു പറയുന്നേ? നിന്നെ ചെക്കനങ്ങ് ബോധിച്ചെന്ന്. കൊള്ളാലോടി. ഇപ്പൊ വരാന്നും പറഞ്ഞ് മുകളിലോട്ട് കയറിയപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തൊക്കെയോ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന്. ഇത്രയും വില കൂടിയ വസ്ത്രം ഞാനിതുവരെ ഇട്ടിട്ടേ ഇല്ല. ലക്ഷണം കണ്ടിട്ട് സഞ്ജുവിനെ നിന്നെ അങ്ങ് വല്ലാതെ പിടിച്ചു എന്ന് തോന്നുന്നു. ആരാ? നിന്റെ ഫോണാ. ആരാ?
അച്ഛൻ വന്നിട്ട് കുറെ നേരമായി. അച്ഛനോ? ആ കുട്ടിയുടെ അല്ല, മുന്നിലിരിക്കുന്ന ആളിന്റെ. എന്റെയോ? ആ ഭഗവതി, ഒരു മുറി എടുത്ത് ഇവിടെ തന്നെയും കൂടാൻ പറയുന്നുണ്ട് അച്ഛനോട്. വെറുതെ എന്തിനാ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്? നീ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോരെ. ഓക്കെ. എന്താ ഇതൊക്കെ? സാന്ദ്രയുടെ ആന്റി തന്നതാ. ആരുടെ അവതാരം വാങ്ങണത് അച്ഛൻ ഇഷ്ടല്ലെന്ന് മോൾക്ക് അറിഞ്ഞൂടെ? അവരൊരു ഗിഫ്റ്റ് തന്നപ്പോ എങ്ങനെയാ വേണ്ടാന്ന് പറയാ? പിന്നെ ഔദാര്യാന്ന് നമുക്കേ തോന്നുള്ളൂ. അവർക്കിതൊന്നും കാര്യമല്ല അച്ഛാ. എന്നാലും വേണ്ടായിരുന്നു. അച്ഛനിപ്പോ എന്തിനാ വന്നേ? മണിയപ്പന്റെ അളിയൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നൊരു സമ്മാന. എന്താ ഇത്? തുറന്നു നോക്ക്. അച്ഛൻ പറഞ്ഞാ മതി. ഒരു മൊബൈൽ ഫോണാ. മൊബൈലോ? എന്തിന്? എനിക്ക് വേണ്ട. അതെന്താ? അച്ഛനല്ലേ പറഞ്ഞത് പെൺകുട്ടികൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന്? മണിയപ്പനെ രാത്രിയിൽ വിളിച്ചത് അച്ഛൻ അറിഞ്ഞില്ലെന്ന് വിചാരം? അത് സാന്ദ്രയുടെ ഫോൺ കിട്ടിയപ്പോ വെറുതെ ഒന്ന് വിളിച്ചോന്നേ ഉള്ളൂ. ഇനി അങ്ങനെ മറ്റുള്ളവരുടെ ഫോണിൽ നിന്ന് വിളിക്കണ്ട. ദാ ഇത് വെച്ചോ. വേണ്ട അച്ഛാ. പിന്നെ സാന്ദ്രയ്ക്ക് അങ്ങനെയൊന്നുമില്ല. ഇത് അച്ഛൻ വെച്ചോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാലോ. എനിക്കിതൊന്നും അത്ര വശില്ലെന്ന് മോൾക്ക് അറിഞ്ഞൂടെ? അതൊക്കെ തനിയെ പഠിച്ചോളൂ. പിന്നെ ഫോൺ ഉണ്ടെങ്കിൽ അച്ഛൻ എപ്പോഴും ഇങ്ങോട്ട് വരാതെ കഴിയാലോ. അതെങ്ങനെയാ? ഫോണിൽ കൂടെ വിളിക്കാനല്ലേ പറ്റൂ, കാണാൻ പറ്റില്ലല്ലോ. എന്റെ മോളെ കാണണം തോന്നുമ്പോ അച്ഛൻ ഇങ്ങോട്ട് വരും. വേണ്ട. ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല. അച്ഛനിങ്ങനെ എപ്പോഴെപ്പോഴും വരുന്നതിന് കൂട്ടുകാരികളൊക്കെ എന്നെ കളിയാക്കുക. ഒരു മുറിയെടുത്ത് ഇവിടെ താമസിച്ചൂടെ എന്ന് ചോദിക്കുന്നവര് വരെയുണ്ട്. മോളെ അത് അച്ഛനെന്താ പറയാൻ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ശരിയാ. മക്കള് വളർന്ന തന്തമാരത് മനസ്സിലാക്കണം. തെറ്റുപറ്റിയത് അച്ഛനാ. അച്ഛനിതെന്താ ചെയ്യണ്ടേ? കൊണ്ടുപോയിക്കോ. ഞാനിത് അപ്പോഴേ അവളോട് പറഞ്ഞതാ എന്റെ മോൾക്ക് ഇതൊന്നും ഇഷ്ടാവില്ല എന്ന്. എന്നിട്ടിത് ഇവിടെ കൊണ്ടെത്തിച്ചില്ല എന്നും പറഞ്ഞ് എന്നെ ഉറക്കിയിട്ടില്ല ഇന്നലെ അവള്. അച്ഛൻ ഇനി ഇവിടെ നിന്നാ ഷട്ടിലങ്ങ് പോകും. അന്നത്തെ കൊതുകേടിന്റെ ചൊറിച്ചിൽ ഇപ്പോഴും മാറിയിട്ടില്ല. മോളിനി എന്താ അങ്ങോട്ട്? ഓ, വെക്കേഷൻ ആവട്ടെ അച്ഛാ. മതി, വെക്കേഷൻ വന്നാ മതി. അച്ഛൻ ഇറങ്ങട്ടെ. അച്ഛാ കൊട. ആ ഈ തിരക്കിലേ അച്ഛൻ ഇതങ്ങ് മറന്നുപോയി. അച്ഛൻ പോട്ടെ. ആഹാ, നീ ഇന്ന് പണിക്ക് പോയില്ലേ? ഇല്ല. എന്നും കുന്നും കന്നിനെ പോലെ പണിയെടുത്തിട്ട് എന്താ കാര്യം? അത് കൊള്ളാം. പണിയെടുക്കാൻ 12 മണിക്കൂർ പോരാന്ന് പറഞ്ഞു നടന്ന ആളാ. ഇതെന്ത് പറ്റി? ഒന്നും പറ്റിയിട്ടല്ല. ദാ ഇതങ്ങ് അകത്ത് കൊണ്ടുവച്ചേരെ. എന്താ ഇത്? നീ തന്ന മൊബൈലാ. എടാ, ഇത് ഇവിടെ വെക്കാനായിരുന്നെങ്കിൽ നിന്റെ വീട്ടിൽ കൊണ്ടു തരില്ലായിരുന്നു. ബാല, അവള് ജനിച്ചത് നിന്റെ മകളായിട്ടാണെങ്കിലും പ്രായപൂർത്തിയാകുന്നവരെ വളർത്തിയതും കൊണ്ടു നടന്നതും ഞങ്ങളാ. അന്നൊക്കെ സ്വന്തം തന്തയ്ക്ക് ഷാപ്പിൽ നടക്കാൻ നേരല്ലായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ വളർത്തിയ മകൾക്ക് കൊടുത്തൊരു സമ്മാനം തിരികെ കൊണ്ടുതരാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞൂടാ? നിന്റെ മോൾക്ക് വേണ്ടെങ്കിൽ പിന്നെ ഞാനിത് എന്തിനാ വീട്ടിൽ വെക്കണേ? വേണോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് നീയല്ലല്ലോ. കൂടെ കൂടെ ഞാൻ അങ്ങോട്ട് ചെല്ലണത് അവൾക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ലെന്നാ തോന്നണേ. മോൾ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞില്ല, അവളുടെ സംസാരത്തിൽ നിന്ന് അങ്ങനെ തോന്നി. ഇനിയിപ്പോ ആഴ്ചയിൽ അങ്ങോട്ട് ഓടണ്ടല്ലോ. മോള് വരുമ്പോ നീ തന്നെ അങ്ങോട്ട് കൊടുത്താ മതി.
നിനക്കിത് തന്നെ വീട്ടിലേക്ക് പോകാനുള്ള മാർഗം. കിടക്കണമെന്ന് പറയും, പക്ഷെ അങ്ങോട്ടുള്ള റൂട്ടാ എനിക്ക് മനസ്സിലാകാതെ. ഏതായാലും കൊള്ളാം. വേഗം വാ, പ്രതിപക്ഷം കണ്ടാ കുഴപ്പമാ. ഇവിടെ ഉണ്ടായിരുന്നു രണ്ടിളവൻ. ഇളവൻ വന്നില്ല. ഇളവൻ എന്തിനാ വയറ് വീർക്കാനോ? മൂത്തെടുക്കണ സ്വല്പം പുളി കൂടുതൽ. എന്തോന്നു ഷോ എടോ, കള്ളായ കുറെ പുളിയില്ലെങ്കിൽ പിന്നെ എന്തോന്നിന് കൊള്ളാം. അണ്ണം പോയി എടുക്കണ. വേഗം ചെല്ല്, ടച്ചിൻസ് മറക്കല്ലേ. നല്ല വൃത്തി. തെങ്ങിന്റെ മണ്ടേന്നാ കള്ള് വരുന്നതെങ്കിൽ അതും കുടിച്ചോണ്ട് തെങ്ങിന്റെ മണ്ടയിലോട്ട് കയറരുത്. കേട്ടിട്ടില്ലേ? കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലട പൊന്നെ. കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലട മോനെ. ഇനി ഇവിടെ ഇരുന്നിട്ട് പാടിയാ മതി. വേസ്റ്റ്. ശിവനെന്തോ കോളടിച്ച ലക്ഷണം ഉണ്ടല്ലോ. ആ പുരയിടത്തിന്റെ കിഴക്കേ കൊണ്ടു നിന്ന ആ വലിയ വരിക്കപ്പളാവും കൂടെ ഞാനങ്ങ് വിറ്റ്. കഷ്ടം. എന്തിനാടോ ഇങ്ങനെ വിറ്റ് നശിപ്പിക്കുന്നത്? വിറ്റത് മൂത്ത് പരുവെത്തിയ വൃക്ഷമാ, അല്ലാതെ മണ്ണല്ല. ആ മണ്ണിൽ ഇനിയും വൃക്ഷങ്ങൾ വളരും. നട്ടുവളർത്താനുള്ള സ്വാതന്ത്ര്യം ഒരു ജന്മിക്ക് നിഷിദ്ധമല്ലെങ്കിൽ. ഇപ്പോഴും ആ ജന്മിത്തം പൂർണ്ണമായിട്ടും അങ്ങ് വിട്ടുപോയിട്ടില്ലല്ലേ? അങ്ങനെ പെട്ടെന്ന് പോകലടോ. ഒരു ഭൂകമ്പം പോലെ വന്ന സമരാഗ്നിയിൽ വെന്ത് വെണ്ണീറായി പോയ ഒരു ജന്മി കുടുംബത്തിലെ അംഗമാണല്ലോ ഞാൻ. ജന്മിത്വം മാറി ജനാധിപത്യം വന്നിട്ടും ഈ നാടിന്റെ അരാജകത്വം മാറിയില്ല, ജനങ്ങളുടെ അനാഥത്വം മാറിയില്ല. പിന്നെന്ത് രാഷ്ട്രീയം? ഞങ്ങള് നന്നാവാൻ തയ്യാറാ, പക്ഷെ ഇവിടുത്തെ വ്യവസ്ഥ സമ്മതിക്കുന്നില്ലല്ലോ. ഉണ്ടോ? എന്താ ശിവ, രാവിലെ തന്നെ തുടങ്ങിയോ? ഇന്ന് പേപ്പറും പേനൊന്നും എടുത്തില്ലേ? അതിന് കലാനിവിടെ ഒന്നിനും ഒരു അവകാശമില്ലല്ലോ. ഒരു കവിതയോ നോവലോ സിനിമയോ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എന്തിനീ കൊച്ചുവീടി പോലും മരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. കണക്കെഴുതി വെച്ചു. അതെ, തന്റെ കൂട്ടുകാരൻ ഇന്നെന്റെ ദിവസം കൊളവാക്കി. ആര്, ബാലനോ? ഓ അതെ, എന്റെ എഴുത്തിന്റെ ലഹരിയിലേക്ക് കടന്നു കയറി എന്റെ ഇന്നത്തെ ദിവസം തുലച്ചു. എനിക്കിത് വരണം. എന്താ പറയുന്നത് ഇയാൾക്ക് തന്നെ അറിയത്തില്ല. കറക്റ്റാ. ദൈവമേ, കള്ളോ ഇത് ആസിഡോ? അയ്യോ. ബാല, ബാല, നിനക്കത് എന്തിന്റെ കേടാ? ഞാനിവിടെ ഉണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ആ ശിവൻ. നീ അവന്റെ ഒരു ദിവസം നശിപ്പിച്ചെന്നും പറഞ്ഞ് ഷാപ്പിൽ ഇന്ന് കള്ള് നന്നായി മോന്തുന്നുണ്ട്. ഓ, ഇത് അവന്റെ എഴുത്തുപുരയാണല്ലോ. കേട്ടവരെല്ലാം ചോദിക്കുന്നത് ബാലൻ വീണ്ടും കൂടി തുടങ്ങിയോന്നാ. അതേന്നാറി അങ്ങനെ ചോദിച്ചേ? അവരെന്തിനാ കുറ്റം പറയുന്നത്? പണ്ട് മൂക്കറ്റ മോന്തിയാ പിന്നെ ഇതിനകത്തായിരുന്നല്ലോ ഉറക്കം. വീണ്ടും അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടാ? അങ്ങനെയൊന്നുമില്ല. ഇത്തവണ മോളെ കണ്ടുവന്നതിന് ശേഷം വല്ലാത്തൊരു പരവേശം ഉണ്ടാവും. മുമ്പ് ഇന്നലേക്ക് വിശേഷമാണെന്ന് പറഞ്ഞ് കുടി നിർത്തിയ നിനക്ക് അവരുടെ പേര് കഴിഞ്ഞപ്പോ ഇതുപോലൊരു പരവേശം ഉണ്ടായി. പിന്നെ അത് എത്ര കാലം നീണ്ടു നിനക്കറിയാവോ? മോള് പ്രായപൂർത്തിയാകുന്നത് വരെ. പഠിച്ച് ജോലിയായി കഴിയുമ്പോ ഞങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ പാഴായി പോകുമെന്ന് എനിക്കൊരു ഭയം. അത് നിനക്ക് അവളെ മനസ്സിലാകാത്തോണ്ടാ. പെൺകുട്ടികൾ പ്രായമാകുമ്പോ അല്പ സ്വല്പം മാറ്റൊക്കെ ഉണ്ടാവും. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ശരിയാ, മക്കളില്ലാത്ത എനിക്ക് ഒരു തന്തയുടെ വേദന മനസ്സിലാവില്ലല്ലോ. തുടങ്ങി. ഞാൻ അത് ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ല. ആണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. അവള് പറഞ്ഞാൽ എന്താ തെറ്റ്? നീ എന്തിനാ അടിക്കടി അങ്ങോട്ട് ഓടിച്ചെല്ലുന്നത്? നമ്മൾ അവൾ അങ്ങോട്ട് വിട്ടത് പഠിക്കാനല്ലേ? അവൾ പഠിച്ച് മിടിക്കാവട്ടെ. അതിന് നീ ഇവിടെ നിന്ന് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. വീട്ടിൽ ചെല്ല്. പൊന്നു, വേഗം ഒരുങ്ങിക്കോ. അവിടെ ആന്റിയുടെ അമ്മാവനൊക്കെ വന്നിട്ടുണ്ട്. അവർക്ക് നിന്നൊന്ന് കാണണമെന്ന്. എന്തിനാ? പൊന്നാടയുടെ ആ ചേക്കനെ കറക്കി എടുത്തതും പോരാ, ഇപ്പൊ അവരുടെ വീട്ടുകാരെ കാണുന്ന എന്തിനാന്നോ? പോയി ഡ്രസ്സ് മാറി വരാൻ നോക്ക് പെണ്ണേ.
താമസിച്ചപ്പോ ഞാൻ കരുതി പൊന്നു ഇനി വരില്ലാന്ന്. ആളൊന്നും മടിച്ചതാ, ഞാൻ വിടൂ. പൊന്നു, ഇത് പ്രസാദ്, എന്റെ ബന്ധുവാ. പ്രസാദേ, കാഴ്ചക്ക് എങ്ങനെയാ? അമ്മാവന് ഇഷ്ടപ്പെടുവോ? സംശയം എന്താ? ആള് മിടിക്കുക. പൊന്നു ആള് ഭാഗ്യവതിയാ. സഞ്ജുവിനെ പോലെ സമർത്ഥനായ ഒരാളിന്റെ ഭാര്യയാവുമെന്ന് പറഞ്ഞാ ചെറിയ കാര്യമൊന്നുമില്ല. ആണോ? പക്ഷേ ആദ്യം അവനിത് പറഞ്ഞപ്പോ എനിക്ക് സംശയം തോന്നിയേ. എത്ര പെൺകുട്ടികളെ കണ്ടതാ. ഈ പെൺകുട്ടിയെ കണ്ട ശേഷം അവന് വേറെ ആരെയും വേണ്ട. അതാ പറയുന്നത്, ഓരോന്നിനും ഓരോ വിധിയാണെന്ന്. അയാളിനെ കുറെ കാത്തിരിക്കേണ്ടി വരുമല്ലോ. അതിനൊക്കെ അവൻ തയ്യാറാ. അമ്മാവൻ എന്ത് പറയുന്നുള്ള ടെൻഷനിലാ അവനിപ്പോ. മറുത്തൊന്നും പറയാൻ വഴിയില്ല. ഏതായാലും ഇതിനെയും കൊണ്ട് ഉഷ അങ്ങോട്ട് ചെല്ല്. ഉറങ്ങാൻ കിടന്നാ പിന്നെ ആളെ ശല്യം ചെയ്യുന്ന അയാൾക്ക് ഇഷ്ടമല്ല. സഞ്ജുവിന്റെ കാര്യമായതുകൊണ്ട് ദേഷ്യപ്പെടാൻ വഴിയില്ല. വാ മോളെ, ചെല്ല്. നിന്നെ ഞാൻ സമ്മതിച്ചു സാന്ദ്ര. ഇവളെ അങ്ങേർക്ക് ബോധിച്ചാ നിന്റെ ആന്റിക്ക് അടിക്കുന്നത് ബമ്പർ ലോട്ടറിയാ. ഇതിന്റെ ഗുണം തനിക്കും ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവണം. പൊന്നു, എല്ലാവരും കൂടി ചേർന്ന് എന്നെ ചതിക്കുമായിരുന്നു അല്ലേ? ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. എന്തിനാ നീ എന്നോട് ഇങ്ങനെ ചെയ്തത്? വേണ്ടി വന്നു. അയാൾ നിന്നെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. അയാൾക്ക് അതിനോട് ശേഷിയില്ല. ആദ്യം ഞാൻ ചെന്ന് വിട്ടതും ആ കൈകളിലാ. അപ്പൊ എല്ലാം നിങ്ങളുടെ പ്ലാനിങ് ആയിരുന്നു അല്ലേ? അങ്ങനെ അല്ല. ഇന്ന് തന്നെ അയാളുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളത് ആന്റിയുടെ തീരുമാനമായിരുന്നു. സഞ്ജു അയാൾക്കൊന്നും അറിയില്ല, അറിയുകയില്ല. പക്ഷേ ആന്റി പറയുന്നതൊക്കെ ഇനി നീ അനുസരിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഇന്ന് സംഭവിച്ചതുപോലെ ചിലപ്പോ ഇനിയും ഉണ്ടായിന്ന് വരും. ഇല്ല, ഞാനിനി അവനെ കാണുക പോലുമില്ല. വേണ്ട, അവര് തന്നെ വന്ന് കണ്ടോളൂ. ഈ നഗരത്തിൽ താൻ ഉണ്ടെങ്കിൽ ഒരു നിഴല് പോലെ അവരുണ്ടാവും തനിക്കൊപ്പം. അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ചങ്ങ് പോണം. ഒരിക്കൽ ഞാനും വിചാരിച്ചതാ എല്ലാം ഉപേക്ഷിച്ചങ്ങ് പോയാലോന്ന്. പക്ഷെ പോയിട്ട് എന്തിനാ? നഷ്ടങ്ങളെക്കാൾ ഉപരി നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എനിക്ക്. ഒന്ന് ഞാൻ പറയാം, ആന്റിക്ക് മുന്നിൽ തുറക്കപ്പെടുന്ന വാതിലുകൾക്കുള്ളിൽ എന്ത് സംഭവിച്ചാലും പുറത്താരും അറിയില്ല, ഒരിക്കലും. തനിക്കൊരു വിസിറ്റർ വന്നിട്ടുണ്ട്. തന്നോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ക്ലാസ്സിൽ വരുന്നില്ലെങ്കിൽ അതൊന്ന് വിളിച്ചു പറയണം, അല്ലെങ്കിൽ ഫോൺ ഓണാക്കി വെക്കണം. ഇന്നലെ മുതൽ വിളിക്കുക രണ്ടിൻ്റെയും ഫോൺ സ്വിച്ച് ഓഫ്. ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്ന് തനിക്കറിയോ? എവിടെയായിരുന്നു താൻ ഇന്നലെ? എനിക്ക് നല്ല സുഖമില്ലായിരുന്നു, അതാ. ഫോൺ ഓഫാക്കി കഥകടച്ച് മുറിക്കാത്ത തന്നെ ഇരുന്നാ അസുഖം മാറും. എന്നെ ചേച്ചി ഒന്ന് വിളിക്കായിരുന്നില്ലേ?
അത്രയ്ക്കൊന്നുമില്ല, ചെറിയൊരു തലവേദന. ഇപ്പൊ മാറി. സാന്ദ്ര എവിടെ? വീട്ടിലേക്കാന്ന് പറഞ്ഞ് പോയി. വൈകിട്ടത്തെ ഫ്ലൈറ്റിന് ഞാൻ ദുബായിക്ക് പോകും. അച്ഛൻ പങ്കെടുക്കേണ്ട ഒരു മീറ്റിംഗാ. വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുക. പിന്നെ കുറച്ച് ജോലികളും എല്ലാം കൂടി ഏറിയ ഒരു 30 ദിവസം. തിരികെ വന്നാലുടൻ ഞാൻ തൻ്റെ അച്ഛനെ വന്ന് കാണാം. പഠിത്തം കഴിയും വരെ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാടോ? എൻ്റെ വീട്ടുകാരുടെ കാര്യം ചേച്ചി നോക്കിക്കോളൂ. കുടുംബം, സാമ്പത്തികം, ഇതൊക്കെ അവരുടെ പ്രശ്നങ്ങൾ. എന്നാലും ചേച്ചി പറഞ്ഞാൽ അവരെതിർക്കില്ലെന്ന് ഉറപ്പാ. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എല്ലാം നേരെയാവും. പിന്നെ എന്താവശ്യമുണ്ടെങ്കിലും ചേച്ചിയോട് ചോദിക്കാൻ മടിക്കണ്ട. വാ, ഞാൻ കൊണ്ടുവന്നാക്കാം. പൊന്നു എവിടേക്കാ? കേറ്. വാ കേറ്. കേറാനല്ലേ പറഞ്ഞത്? ആ സമയത്ത് ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആളി നാട്ടിൽ നിന്ന് തന്നെ പോയേനെ. ഇപ്പൊ ഇവിടെ എൻ്റെ അടുത്തുണ്ട്. ശരി, ഞാൻ വിളിക്കാം. ചായ കുടിക്കേ? എനിക്കിപ്പോ വേണ്ട. ചായ കുടിക്കു പൊന്നു. ഞാൻ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് പിന്നീട് നിനക്ക് മനസ്സിലാവും. ചായ കുടിക്കേ. സാന്ദ്ര എല്ലാം പറഞ്ഞു കാണുന്നു കരുതുന്നു. അവൾ ഇവിടെ വരുമ്പോൾ ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞ് പേക്കോലമായിരുന്നു. അവളെ ഇന്ന് കാണുന്ന സാന്ദ്രയാക്കി മാറ്റിയതേ ഞാനാ. അതുകൊണ്ട് എനിക്കും ചില നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് സത്യാ. നഷ്ടപ്പെടുന്നതേ ഒരിക്കലേ ഉള്ളൂ. പിന്നീടെല്ലാം നേട്ടങ്ങളാ. അകലെ മാറി നിന്ന് പഴിച്ചവരെല്ലാം എന്റെ മുമ്പിൽ കൈനീട്ടിട്ടുണ്ട്, പ്രത്യക്ഷമായും പരോക്ഷമായും. നീ കയറി ചെല്ലുന്നത് ഒരു സമ്പന്ന കുടുംബത്തിലേക്കാ. അവിടെ മാനത്തേക്കാൾ തൂക്കം പണത്തിനാ. നീ മനസ്സ് വെച്ചാ നിനക്ക് തല താഴ്ത്താതെ അവിടെ കയറി ചെല്ലാം. എന്തു വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. പോകാനാണ് ഉദ്ദേശമെങ്കിൽ പുറത്ത് വണ്ടി കിടപ്പുണ്ട്. പക്ഷേ സഞ്ജുവിനെ കാണാൻ പാടില്ല. സമ്മതിക്കാം. ഏതോ പാവപ്പെട്ട വീട്ടിലെ കൊച്ച, അതിൻ്റെ ജീവിതവും
ഹലോ, മണിയപ്പനല്ലേ? അതെ. എടാ സുഗുണനാ. ആ, എന്താ സാറേ? എടാ നമ്മുടെ പൊന്നൂനെ പോലെ ഒരു കുട്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പൊന്നു തന്നെയാണോ? നീ ആ ബാലനെ കൂടി പെട്ടെന്ന് ഇങ്ങ് വന്നേ. നമ്മൾ വരുന്ന വിവരം സാറിന് അറിയാലോ അല്ലേ? സുഗുണൻ സാറിനൊന്ന് കാണണം. സുഗുണൻ സാറേ, ആ രണ്ടുപേര് കാണാൻ വന്നിരിക്കുന്നു. ഓ ഓ ആ, രണ്ടാളും ഉണ്ടല്ലോ. ഞാൻ നിങ്ങളെ കാത്തിരിക്കുമായിരുന്നു. നീ ഇവിടെ നിൽക്കേ. മണിയപ്പ ഇങ്ങ് വന്നേ, ബാ. സുഗുണൻ സാറിന്റെ നാട്ടുകാരനും കൂടിയാ. നാട്ടുകാരെന്ന് പറഞ്ഞ കാരണന്മാരായിട്ട് സുഗുണൻ സാറിന്റെ തറവാട്ടിലെ അടിയാളന്മാരെന്ന് പറയുന്നത് ശരി. ആ പോയ മണിയപ്പന്റെ അളിയൻ ഗൾഫിലാ. പുള്ളിക്കാരന്റെ അളിയന്റെ പാസ്പോർട്ടിന് ചെറിയൊരു പ്രശ്നം. സാറിന് വിളിച്ചു പറഞ്ഞപ്പോ നേരിട്ടേക്ക് വന്നോളാൻ പറഞ്ഞു. തന്നെയല്ല, എന്റെ മോള് ഇവിടെ അടുത്താ പഠിക്കണതേ. പോകുമ്പോ അവളും കൂടി കണ്ടിട്ട് പോവാലോ, അതുകൊണ്ടാ ഞാനും കൂടെ വന്നത്. നിങ്ങളാണോ ബാലൻ? അതെ. സാറിന് എങ്ങനെ മനസ്സിലായി? അത് പിന്നെ ഞാൻ സുഗുണൻ സാറ് പറഞ്ഞു കാണുമല്ലേ. സാർ അങ്ങനെയാ. പോലീസുകാരനാണെങ്കിൽ തനി നാട്ടുമ്പുറത്തുകാരൻ. കാക്കിയിട്ട പിന്നെ ഞങ്ങളൊക്കെ നരാധവന്മാരാന്ന് കരുതുന്നവരാ സമൂഹത്തിൽ ഏറിയ പങ്കും. മണിയമ്പന് ഇപ്പൊ ബോധ്യമായേ ഞാനൊരു മനുഷ്യപ്പറ്റുള്ള പോലീസുകാരനാണെന്ന്. സർ, ഇതാ ബാലൻ. ആ, നമസ്കാരം. 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 ഇരിക്കെ. വേണ്ട സാർ, ഞാൻ ഇവിടെ നിന്നോളാം. ആയിക്കോട്ടെ. ഇവിടെ വരുന്നവരോട് ഇരിക്കാൻ പറയേണ്ടത് എന്റെ മര്യാദ. ഇരിക്കുന്നതും ഇരിക്കാത്തതും നിങ്ങളുടെ ഇഷ്ടം. നമ്മളെവിടെയാ പറഞ്ഞു നിർത്തിയത്? മനുഷ്യപ്പറ്റിനെ കുറിച്ച്. മണിയപ്പം പുറത്തോട്ടിറങ്ങി എന്നെ കുറിച്ച് 4 ആൾക്കാരോട് ഒന്ന് ചോദിച്ചു നോക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ ആരുടെ കയ്യിൽ നിന്ന് 10 പൈസ കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പാരിതോഷികം തന്നാ അത് മേടിക്കാതിരിക്കുന്നത് ശരിയാണോ ബാല? അത് ശരിയാ. അങ്ങനെ എന്തെങ്കിലും പാരിതോഷികമായിട്ട് തന്നാൽ അത് വാങ്ങാതിരിക്കുന്നത് ശരിയല്ല. ബാലൻ പറയുന്നത് കേട്ടോ. ബാലൻ എത്ര മക്കളാ? ഒരാളാ. അവളിവിടെ അടുത്ത് തന്നെ പഠിക്കണത്. മകളെ കുറിച്ച് വലിയ പ്രതീക്ഷ ഉണ്ടായിരിക്കും അല്ലേ? മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ സാർ നമ്മൾ ജീവിക്കുന്നത് തന്നെ. പെട്ടെന്നൊരു ദിവസം മക്കള് പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചാലോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്റെ കുട്ടി അത്രയ്ക്ക് സാധുവാ. ഞാനെന്ന് വെച്ചാൽ അവൾക്ക് 7 ജീവനാ. അതൊക്കെ ശരിയാ. പക്ഷേ പലപ്പോഴും നമ്മുടെ പ്രതീക്ഷകൾക്കൊത്തായിരിക്കില്ല അവർ ജീവിക്കുന്നത്. സാറെന്തപ്പ എന്നോട് ഇങ്ങനെയൊക്കെ? എന്താ സാർ? ഇന്നലെ ഉച്ചയ്ക്ക് സംശയകരമായ സാഹചര്യത്തിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറിൽ നിന്നും യുവാക്കളോടൊപ്പം 2 വിദ്യാർത്ഥികളെ കൂടി കസ്റ്റഡിയിലെടുത്തിരുന്നു. പൂത്ത കാസുള്ള വീട്ടിലെ ചെക്കന്മാരായതുകൊണ്ട് പാരിതോഷികം തന്നത് അന്തമാര് വന്ന് കൂട്ടിക്കൊണ്ടുപോകും. പെൺകുട്ടികളെ കൊണ്ടുപോകാൻ വന്നത് ഈ നഗരത്തിലെ ഒത്തിരി വമ്പന്മാരുമായി ബന്ധമുള്ള ഒരുത്തിയ. പെൺകുട്ടികള് അവളെ ആന്റി എന്നാ വിളിക്കുന്നത്. എത്ര പണം വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടും പെൺകുട്ടികളിൽ ഒരാളെ അവർക്കൊപ്പം വിട്ടില്ല. വിടാൻ ഈ സുഗുണൻ സമ്മതിച്ചില്ല. സുഗുണൻ ഒരു സംശയം, ആ പെൺകുട്ടി ബാലന്റെ മകളാണോ എന്ന്. സുഗുണൻ സാറിനറിയാം എന്റെ മോളെ. അതാ ഞാൻ മണിയപ്പനെ വിളിച്ച് പറഞ്ഞത്. എന്താ മണിയപ്പ ഇങ്ങനെ? എന്നേക്കാൾ കൂടുതൽ എന്റെ മോളെ നിനക്ക് അറിഞ്ഞുകൂടാ. സുഗുണ, ആ പെൺകുട്ടിയെ വിളിക്കൂ. വിളിക്ക് സുഗുണൻ സാറേ. സാറിന് സംശയം തീരട്ടെ. വേണ്ട. അതെന്താ? വിളിക്കണ്ട, അത്ര തന്നെ. എന്താന്ന് ചോദിച്ചേ? അത് നമ്മുടെ പൊന്നുവടാ. നമ്മുടെ പൊന്നോ?
ഉന്തി ഉന്തി മനുഷ്യന്റെ നടുവടിഞ്ഞു. അക്കോ അണ്ണൻ വന്നില്ലേ? വന്നു. കടവിലില്ലേ? ഇല്ല. ഇന്ന് നേരത്തെ പോയല്ലോ. എവിടെയെങ്കിലും പോണെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല, കയ്യിൽ എടുത്തോണ്ടാ പോയത്. എന്താ? ചേടാ, പിന്നെ ഇത് എവിടെ പോയി? ഇയാളിതപ്പോ വന്നു? ഇന്നലെ രാത്രി. അതല്ലടാ, നീ പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി? ഓ, അത് നടക്കില്ല. അതെന്താ? അവൾക്ക് മിനിമം 10ാം തരമെങ്കിലും പഠിച്ച ചെക്കനെ മതിയെന്ന്. ഇക്കണക്കിന് പോയാ സംഗതി കൊഴയല്ലോ കുട്ടപ്പായി. എന്നാ കൊഴയാനാ? പെണ്ണ് വേണ്ടെന്ന് നോക്കും. അല്ല എന്താ? ഞാൻ പോവാ. അണ്ണ വന്നാ ഞാൻ കടവിലുണ്ടെന്ന് പറഞ്ഞു. ഓ ശരി, ചടഞ്ഞു കുത്തിയിരിക്കാതെ പോയി കുളിക്കാൻ നോക്ക് പെണ്ണെ. ആഹാ, മണിയപ്പൻ വന്നില്ലല്ലോ ബാല. ഞാൻ മണിയപ്പനെ കാണാൻ വന്നല്ല. പിന്നെന്താ കുടിക്കാൻ വന്നതാ? നീ ആ പഴയ പതിവും എടുത്തോ. വീണ്ടും തുടങ്ങിയോ? ഞാൻ കരുതി തമാശ പറയാന്ന്. എന്താ ബാല ഇങ്ങനെ? സന്തോഷം കൊണ്ടാ. എന്ന് വെച്ചാ ഇനി മുതൽ ബാലൻ ഇങ്ങനെയാണെന്ന് നന്നാവാൻ തീരുമാനിച്ചു. അവിടെ വെച്ചോ. കൂട്ടുകാരൻ വീണ്ടും പടി തുടങ്ങിയല്ലേ? കൂട്ടുകാരനോ? എന്തോ തുടങ്ങിയെന്ന്? അപ്പൊ താനൊന്നും അറിഞ്ഞില്ലേ? ബാലൻ വീണ്ടും കുടി തുടങ്ങിയെന്ന്. മുൻകാലത്തെ അപേക്ഷിച്ച് തുടക്കം ഗംഭീരായിരുന്ന കേട്ടത്. ഒന്ന് പോടാ. അവൻ തുടങ്ങിയ ഞാൻ അറിയാതിരിക്കുമോ? മന്ദിരത്തിലെ പ്രസാദ എന്നോട് വന്ന് പറഞ്ഞത് അവൻ ആരെ കുറിച്ച് പരദൂഷണം പറയില്ലെന്ന് നിനക്കറിയില്ലേ? അവന്റെ മോളിങ് വന്നെന്ന് കേട്ടു. ശരിയാണ്. വന്നതല്ല, ഞങ്ങൾ ഇന്നലെ പോയപ്പോ കൂട്ടിക്കൊണ്ടുവന്നതാ. 2 ദിവസം കഴിയുമ്പോ അവൾ അങ്ങ് പോകും. ഓ, അപ്പൊ ഞാൻ ഉദ്ദേശിച്ചതല്ല. നീ എന്താ ഉദ്ദേശിച്ചത്? ഈ പളത്ത പെൺപിള്ളേരല്ലടൂ. പിന്നെന്തിനാ അവൻ കാലത്തേ കൂടി തുടങ്ങിയത്? മനോഹരൻ ചോദിച്ചപ്പോ സന്തോഷം കൊണ്ടാണെന്ന് പറഞ്ഞു. ആയിരിക്കും. അത് അവനല്ലേ അറിയൂ. ഒറ്റ നിപ്പിന് മൂത്ത് 2 എണ്ണം കുടിച്ചു. 1 കുപ്പി വാങ്ങിയിട്ടുണ്ട്. പറ്റിലെഴുതിക്കോ. എന്തോ ഒരു കുനിഷ്ടുണ്ട്. പുറത്ത് വരും. വരാതെ എവിടെ പോവാൻ? ശിവ, ബാലനോട് വന്നു. ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു 10,000 കാര്യം പറഞ്ഞിട്ട് ദാ അങ്ങോട്ട് പോവുകയും ചെയ്തു. ദാ ഇത് അവൻ കൊണ്ടുവന്നാ. ഇന്നലെ വരെ ഞാൻ കണ്ട ബാലനെ അല്ല ഇന്ന് ഞാൻ കണ്ടത്. എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ പരിഭ്രമം മുഴുവൻ ആ മുഖത്തുണ്ടായിരുന്നു. എന്താ അവന് സംഭവിച്ചത്? അവന് ഭ്രാന്ത. കള്ളുടിക്കാനുള്ള കാരണങ്ങൾ ഓരോന്നോരോന്ന് അവൻ തന്നെ കണ്ടുപിടിക്കും. അതങ്ങനെ നിസ്സാരമായിട്ട് കാണണ്ട. എന്റെ നിഗമനം ശരിയാണെങ്കിൽ അയാളുടെ പോക്കിരുട്ടിലേക്കാണ്. ഇരുട്ടിലേക്ക് തന്നെ നടക്കണമെന്ന് ഒരുത്തൻ സ്വയം തീരുമാനിച്ച പിന്നെ അവനെ തിരുത്താൻ ആരെ കൊണ്ടാവില്ല. വരുന്നത് പോലെ അനുഭവിക്കട്ടെ. ബാലോ, ഇന്നും 4 കാലിലാണല്ലോ. തന്റെ കാലല്ലോ, ഇതെന്റെ കാലല്ലേ. താഴെ അമ്പലത്തിൽ തുള്ളിയാ മതി. ഇവിടെ തുള്ളാൻ ഞാനുണ്ട്. നാട്ടുകാരുടെ മെക്കെട്ട് കേറാതെ ഇങ്ങോട്ട് വാ മനുഷ്യ. നിങ്ങൾ ഇന്നും കുടിച്ചല്ലേ? കുടിച്ചു. കുടിച്ചൊരിക്കൽ എല്ലാം നശിപ്പിച്ചല്ലേ? ഇനിയും കുടിക്കും. ഇതോടെ ഒടുങ്ങട്ടെ എല്ലാം. കുടിക്കൂടി. നിന്റെ കുടുംബത്തിന് കൊണ്ടുവന്നിട്ടല്ലോ ബാലൻ കുടിക്കണേ. ബാലൻ കുടിക്കണുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. നിങ്ങള് കുടിച്ചാന്ന് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കൂല്ലോ. പ്രായമായൊരു പെങ്കൊച്ചുണ്ട് ഇവിടെ. അത് നിങ്ങൾ മറക്കണ്ട. ഞാൻ അവളുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചു. എന്തോന്ന്? എന്റെ മോളുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചു. അത് നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിച്ചാ മതിയോ? പഠിച്ചോണ്ടിരിക്കുന്ന കുട്ടിയാ. ആ പഠിച്ചതൊക്കെ മതി.
എനിക്കും ഉണ്ട് ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാര്. അതൊരു പുതിയ അറിവാണല്ലോടി. കഴിഞ്ഞ 10-18 വർഷമായിട്ട് ഈ വളഞ്ഞതിനകത്ത് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരാ. എന്നിട്ട് ഇപ്പോ പുതിയ ആൾക്കാര്. അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ ഈ ബാലം പറഞ്ഞതേ നടക്കൂ. നടത്തിച്ചു തന്നെ. നാണം കെട്ടവള്. അവളുടെ ഒരു കുടുംബം തണ്ടടിച്ചു തുടങ്ങിയാൻ. പുതിയ കുടുംബം ഉണ്ടായിരുന്നു. ഉടുക്കത്തെ കൂടി പിന്നെയും തുടങ്ങി. എന്റെ വിധി. എടി സുമേ, എന്താ നീ ഇത്ര രാവിലെ? മണിയണ്ണനില്ലേ? കാലത്തെ പോയതാ. എന്തു പറ്റി? എന്താ നിനക്കറിയില്ലേ? ഇവിടെ പറയുന്ന കേട്ടു. നീ അതൊന്നും കാര്യമാക്കണ്ട. കുറച്ച് കഴിയുമ്പോ താനെ നിർത്തിക്കോളും. ഇല്ല, ഇതെന്തോ തീരുമാനിച്ച ഉറച്ച പോലെയാ. എന്തൊക്കെയാന്നല്ല രാത്രി വിളിച്ചു കൂവിയെന്നറിയോ? അങ്ങേർക്കിപ്പൊ എത്രയും വേഗം കൊച്ചിന്റെ കല്യാണം നടത്തണം എന്നാ. അതൊക്കെ കള്ള് തലയ്ക്ക് പിടിക്കുമ്പോ പറയുന്നതാന്നേ. ഇവിടെ ഒരാള് കാണിക്കുന്ന പുകലേക്ക് അറിയാലോ. ഇവരെന്തിനാ മിനിഞ്ഞാന്ന് എറണാകുളത്ത് പോയത്? മോളുടെ ഫീസ് അടയ്ക്കാനല്ലേ? അല്ല, നിന്റെ ആങ്ങളയുടെ പാസ്പോർട്ടിന്റെ ആവശ്യത്തിന് പോവാണെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. അതുകൊള്ളാലോ. നമുക്കറിയാത്ത എന്തോ ഒന്ന് നടക്കുന്നുണ്ട്. എപ്പോഴും കളിയും ശരിയായിട്ട് നടന്നിരുന്ന അച്ഛനും മോളുക ഇപ്പൊ പരസ്പരം ഒന്നും നോക്ക് പോലും ഇല്ല. അതൊക്കെ നിന്റെ തോന്നലാ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ മോള് നിന്നോട് പറയാതിരിക്കോ? എനിക്കറിയില്ല. അല്ലെങ്കിൽ പിന്നെ പഠിച്ചോണ്ടിരിക്കുന്ന മോളെ കൊണ്ടൊന്ന് കല്യാണം ആലോചിക്കുന്ന എന്തിനാ? അങ്ങനെ വീണ്ടും കുടി തുടങ്ങിയത് എന്തിനാ? നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുക. കള്ളു കുടിച്ചാ ഇവർക്കൊക്കെ ഭ്രാന്താന്നേ. എന്തോ എനിക്കൊരു സമാധാനവും ഇല്ല. ആളവിടെ ഇല്ലേ? വെളുപ്പിനെ ഒരുങ്ങിപ്പോന്ന കണ്ടു. എവിടേക്കാണെന്ന് ആർക്കറിയാം. എടാ പാപ്പിയേ. എന്താടാ ബാല? ഞാൻ നിന്നൊന്ന് കാണാനിരിക്കായിരുന്നു. എന്താ കാര്യം? എന്റെ മോൾക്ക് പറ്റിയൊരു ചെറുക്കനെ വേണം. അത് എത്രയും പെട്ടെന്നാവണം. അതെന്താടാ ഇത്ര ധൃതി? കൊച്ചു വല്ല അബദ്ധത്തിലും ചെന്ന് ചാടിയോ? അബദ്ധത്തിൽ ചാടേ എന്ന് വെച്ചാ വല്ല പ്രേമത്തിലും ചെന്ന് ചാടിയോന്ന്? എന്റെ മോൾ അത്ര കാര്യമൊന്നുമല്ല. അല്ല, വേഗം വേണോന്ന് പറഞ്ഞോണ്ട് ചോദിച്ചതാ. മോള് നല്ലപോലെ പഠിക്കുന്നതല്ലേ, പിന്നെ എന്താടാ ഇത്ര ധൃതി? ജാതകവശാൽ ഇപ്പൊ നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ 6 വർഷം കഴിഞ്ഞിട്ട് നടക്കൂ. പിന്നെ പഠിത്തം കല്യാണം കഴിഞ്ഞിട്ടാവാലോ. അത് ശരിയാ. അധികം ദൂരൊന്നും വേണ്ട. ചെറുക്ക നമ്മുടെ ഈ ഇട്ടാവട്ടത്തൊക്കെയുള്ള ചുറ്റുവട്ടത്തെന്നൊക്കെ പറയുമ്പോ ചെക്കൻ എന്ത് യോഗ്യതയാ വേണ്ടത്? 4 ആൾ അറിയാവുന്നൊരു ഉദ്യോഗസ്ഥനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. ഇനിയിപ്പോ അത് നടക്കില്ല. എന്റെ മോളെ നോക്കാൻ ത്രാണിയുള്ള ഒരുത്തനെ മതി. അങ്ങനെയാണെങ്കിൽ നിന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോടാ നിന്റെ വരുതിക്ക് നിൽക്കുന്ന ഒരു ചെക്കൻ. അതാരാ? നമ്മുടെ കുട്ടപ്പായി. അവന് വീട്ടുകാരും ബന്ധുക്കളും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. കേറി കിടക്കാൻ ഒരു ചെറിയ കൂരയുണ്ട്. വലിയില്ല, കുടിയില്ല, മുറുക്കില്ല. എല്ലാ മുറിയെ പണിയും ചെയ്തോളൂ. പിന്നെ നിന്റെ താളത്തിനനുസരിച്ച് നിന്നോളൂ. ഇക്കാലത്ത് ഇങ്ങനെ ഒരു പയ്യനെ കിട്ടാൻ വലിയ പാടാ. കാര്യം കൊള്ളാം, പക്ഷെ എന്നാലും എടാ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നീ നല്ലോണം ആലോചിക്കേ. കുട്ടപ്പായേ. അണ്ണാ എന്താ ഇവിടെ? കുട്ടപ്പായേ. അല്ല, പണി സാധനങ്ങളൊക്കെ എന്തിയേ? പണി സാധനങ്ങളൊക്കെ അവിടെ വെച്ചു. ഇനി ഞാനായിട്ട് നിന്റെ കഞ്ഞൂടി മുട്ടിക്കണ്ട. എടുക്കാൻ എന്താണ്? ഇത്രയും കാലം ഞാൻ കൂടെ ഉണ്ടായിട്ടും നിന്നെനിക്ക് കാണാൻ കഴിഞ്ഞില്ല. കാണാൻ കഴിഞ്ഞില്ലെന്നോ? എന്തോന്ന്? പാപ്പി പറഞ്ഞത് ശരി. ഒരു പെണ്ണിനെ പോറ്റാനുള്ള തൻ്റെ ഇടം നിനക്കുണ്ട്. അത് മതി. ഓ, അതാണോ കാര്യം? അയാൾ ഇവിടുത്തെ കാശ് അടിക്കാനുള്ള പണിയാ. പെണ്ണിനെ പോറ്റാനുള്ള ത്രാണിയുണ്ടെന്ന് പറഞ്ഞിട്ടെന്താ? പെണ്ണ് കിട്ടണ്ടേ? കിട്ടും. എവിടുന്ന് കിട്ടാൻ? ഞാൻ തരും. എന്താ അണ്ണനെന്താ ബ്രോക്കർ പണിയും തുടങ്ങിയോ? നിനക്കിഷ്ടമാണെങ്കിൽ എൻ്റെ മോള് പൊന്നൂനെ നിനക്ക് ഞാൻ കെട്ടിച്ചേരും. അണ്ണൻ തമാശ പറയാതെ ഒന്ന് പോവാൻ നോക്ക്. ഞാനിത്തിരി കള്ളു കുടിക്കുന്നുള്ളത് ശരി തന്നെയാ.
പക്ഷെ ഇപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞത് നല്ല സ്വയബോധത്തോടു കൂടി തന്നെ ഞാൻ നിങ്ങളുടെ കല്യാണം നടത്തി തരും. ബാലനാ പറയണത്. നീ എന്തോന്നറിയ പറയുന്നത്? പൊന്നു പോലെ വളർത്തിക്കൊണ്ടുവന്ന പെങ്കൊച്ചിനെ കായലിൽ കക്ക വാരുന്ന പൊട്ടന് കൊടുക്കാനോ? പൊട്ടൻ നമ്മൾ അങ്ങനെയൊക്കെ അവനെ കാണുന്നുണ്ടാ. നടന്നേക്കാ നാലാൾ അറിഞ്ഞാ പിന്നെ നമ്മുടെ പൊന്നിന് പിച്ചളയുടെ വില പോലും കാണില്ലെന്ന് അറിയാലോ നിനക്ക്. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ കാര്യത്തിന് കൂട്ടുകാൻ എന്നെ കിട്ടില്ല. എല്ലാം അറിയാവുന്ന നീ കൂടെ എങ്ങനെ ആയാൽ പിന്നെ ഞാൻ എന്ത് വേണമെന്നാ? കഴിഞ്ഞ 2 ദിവസം നീ കാട്ടിവിട്ട് നിനക്കറിയോ? നാട്ടുകാരെ കൊണ്ട് മുഴുവൻ നീ പറയിപ്പിച്ചില്ലേ? ഒന്ന് പതുക്കെ പറയടാ. എന്റെ ബാല, നിനക്കെന്താ ഭ്രാന്ത? കെട്ടിക്ക് എന്ത് വേണം ചെയ്തോ, പക്ഷെ നാട്ടുകാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി മുഴുവൻ നീ തന്നെ പറയേണ്ടി വരും. ഭ്രാന്താണെന്ന് അവൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. ആര് വേണമെങ്കിലും പറയട്ടെ, ഞാനിതങ്ങ് തീരുമാനിക്കുക. പൊട്ടനാണേലും എന്റെ കൺവെട്ടത്തന്നെ ഉണ്ടാവല്ലോ. എന്താ ഉറപ്പ്? എനിക്ക് ഉറപ്പുണ്ട്. ഇന്നലെ കെട്ടുന്നതിന് മുമ്പുള്ള ഞാനും കുട്ടപ്പായും തമ്മിൽ എന്താടാ വ്യത്യാസം? അതെ, ചോറിന് തണുത്തു പോകും. ചോറ് തണുക്കണ്ട ബാല. ഇന്നലെ സമ്മതിക്കൂ. മതി. നമ്മുടെ കുട്ടപ്പായ ആളൊരു പാവാണല്ലേ? അവനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? അവനെ കുറിച്ച് ഞാൻ എന്താ അഭിപ്രായം പറയാനാ? അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. 2 ദിവസം ഞാൻ കുടിച്ചു വന്നപ്പോ നീ ഒന്ന് പേടിച്ചു അല്ലേ? നിനക്കറിയാലോ, ഞാൻ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. ഇപ്പൊ എന്ത് തീരുമാനമാ എടുക്കാൻ പോണത്? നീ കടന്ന് ബഹളം വയ്ക്കരുത്. നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചാ മതി. പൊന്നൂനെ നമ്മുടെ കുട്ടപ്പായനെ കൊണ്ട് കെട്ടിച്ചാലെന്ന് ആലോചിക്കുക. ഞാൻ ഊഹിച്ചു. നിങ്ങൾക്ക് ഭ്രാന്ത. എവിടെങ്കിലും പോയി ചികിത്സിക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും കാര്യമില്ലാതെ ഞാൻ. എന്ത് കാര്യം ഉണ്ടായിട്ടാ നിങ്ങൾ ഇങ്ങനെ തീരുമാനിക്കണത്? പറ, ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. ഒന്നുമില്ലെങ്കിൽ അവളെ പറ്റ തള്ളയല്ലേ ഞാൻ. തൽക്കാലം ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ മതി. ഇനി അവളെ പഠിപ്പിക്കാൻ ഉദ്ദേശമില്ല, അത്ര തന്നെ. വേണ്ട, നിങ്ങൾ പഠിപ്പിക്കണ്ട. ഞാൻ നോക്കട്ടെ അവളെ പഠിപ്പിക്കാൻ പറ്റുമെന്ന്. ഞാനേ ഒന്ന് മൂളിയാ മതി. എനിക്ക് വേണ്ടി എന്തും ചെയ്യണ്ട ആങ്ങളമാര്. എന്റെ മോളുടെ കാര്യത്തിന് നീ നിന്റെ ആങ്ങളമാരുടെ മുമ്പിൽ കൈ നീട്ടാൻ പോണ്ട. അങ്ങനെ പോയാലും ഞാൻ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. എന്റെ മോളുടെ ജീവിതം തകർക്കാനേ ഞാൻ സമ്മതിക്കില്ല. നിന്റെ മോളോ? അപ്പൊ അവളെന്റെ ആരടി? അവളുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ പെടാപ്പാട് മുഴുവൻ പെടണത്. കുറച്ച് കഴിയുമ്പോഴേ എനിക്കതൊക്കെ ബോധ്യാവൂടി. അവളുടെ മോളത്ര അമ്മേ, എനിക്ക് തിരിച്ചു പോണം. പോവണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? 2 ദിവസം കഴിയട്ടെ. വേണ്ട, എനിക്ക് ഇന്ന് തന്നെ പോണം. നടക്കും തോന്നണില്ല. വാശി പിടിച്ചിട്ട് കാര്യമില്ല മോളെ. നിന്റെ അല്ലേ അച്ഛൻ. 2 ദിവസം കഴിയാതെ കൊണ്ടുവിടുന്നേ എനിക്ക് തോന്നുന്നു. 2 ദിവസം കഴിഞ്ഞാൽ കൊണ്ടുവിടുന്നു തോന്നുന്നുണ്ടോ? അച്ഛൻ എന്നെ തിരിച്ചു വിടില്ല. ഇന്നലെ പറഞ്ഞ പോലെ അയാളെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കും. ഭ്രാന്ത് പറയാതെ കയറി പോവാൻ നോക്ക്. കള്ളു കുടിച്ചിട്ട് അച്ഛൻ വല്ലതും പറഞ്ഞെന്ന് വെച്ച്. അമ്മയ്ക്കും അതല്ല ഇഷ്ടം. കുട്ടപ്പായ്ക്ക് എന്നെ പിടിച്ചു കൊടുത്താ 2 ബാധ്യത തീരുവല്ലോ. പൊന്നു, ഒച്ച വെക്കണ്ട. അതിനേക്കാ നല്ലത് എന്നെ വല്ല കായലിലും കെട്ടിത്താഴ്ത്തുന്നതാ. എന്താ മോളെ നീ പറയണത്? അച്ഛൻ വെറുതെ എന്തെങ്കിലും. വെറുതെ അല്ല, അച്ഛൻ അന്ന് അടുത്തു. എന്നെ ഇന്ന് വിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല.
കൊച്ചിന്തേടി? അവള് പോയി. നിക്കടി അവിടെ. നീ എന്താ പറഞ്ഞേ? അവള് പോയിന്ന്. എങ്ങോട്ട് പോയിന്ന്? കോളേജിലേക്ക്. അല്ലാതെ അവിടെ. നീ എന്നോട് ചോദിക്കാതെ അവളെ പറഞ്ഞയക്കൂലടി? പറഞ്ഞയച്ചു. ഞാനാ പറഞ്ഞയച്ചത്. അവളുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നാവിട്ട് ചലക്കില്ലടി. ഓക്കിരി തരം പറഞ്ഞ കൊന്ന് കായലി തള്ളു ഞാൻ. മണിയോ വേണ്ട, ബാലനാ കെട്ടിയോളെ ചവിട്ടി കൂട്ടുന്നു. നീ വേഗം കൊണ്ട് ചെല്ലു, ഇല്ലെങ്കിൽ അവനോളെ കൊല്ലും. എന്താണ്? നീ നിന്റെ വീട്ടിലെ കാര്യം നോക്കടാ. കൊല്ലടി, നിന്നെ കൊല്ലു ഞാൻ. നിന്റെ മോളെ നീ എങ്ങോട്ട് പറഞ്ഞയച്ചെന്നറിയോടി? അവളുടെ വായിലെ കൊണല്ല. നീ അവളെ കൊലക്ക് കൊടുക്കാം. ഇവളെന്താ ചെയ്തെന്നറിയോ? നീ വന്നേ, അനുഭവിക്കരുത്. നീ വാ. നീ ചെയ്തതിന്റെ ഫലേ കഴിവറ മോളെ അനുഭവിക്കുന്നേ. നീ വന്നേ. താനോ ഈ നേരത്തെ എങ്ങനെ എത്തി? ഞാൻ വരില്ലാന്ന് വിചാരിച്ചു അല്ലേ? താനൊന്നും പറയാതെ പോയല്ലേ? ആന്റി പറഞ്ഞപ്പോഴാ ഞാൻ സംഭവങ്ങൾ അറിഞ്ഞത്. സത്യത്തിൽ താൻ തിരികെ വരുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. അച്ഛനറിയാതെ ഞാൻ വന്നത്. അറിയുമ്പോ എന്താ ഉണ്ടാവാന്ന് എനിക്കറിയില്ല. ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. വാർഡനൊരു സംശയമുണ്ട്. ഇടയ്ക്ക് കുത്തി കുത്തി ഓരോന്ന് ചോദിക്കും. ആന്റിയോ? കുറച്ചു മുമ്പ് കൂടി വിളിച്ചിരുന്നു. തന്നെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. അവരിപ്പോ എവിടെയുണ്ട്? വീട്ടില്. ഇല്ല, ഞാനവിടെ പോയിരുന്നു. അതുകൊണ്ട് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി. സഞ്ജു ആന്റിയുടെ ആരുമല്ല എന്നതുവരെ. തനിക്കും അത് അറിയായിരുന്നു അല്ലേ? പൊന്നു, തന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. ഇല്ല, ഞാൻ പോവില്ല. സഞ്ജു എവിടെയാണെന്നറിയാതെ, അവനെ കാണാതെ ഞാൻ എവിടെ വിട്ട് എങ്ങോട്ടും പോവില്ല. എന്നോട് പറയാതെ പോന്നല്ലേ? വാ പോവാം. ഞാൻ വരില്ല. വെറുതെ ബഹളം വെച്ച് അവരെ അറിയിക്കണ്ട. ബാഗ് എടുത്തോണ്ട് വരാൻ. ഇല്ല. എന്നിട്ടെന്തിനാ? അയാളെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാനല്ലേ? നിനക്കത് പറഞ്ഞ മനസ്സിലാവില്ല. പോയി ബാഗ് എടുത്തോണ്ട് വരാൻ. ഇല്ല, അമ്മയോട് പറഞ്ഞിട്ടാ ഞാൻ വന്നേ. അമ്മയല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുന്നേ? ഞാനാ. പൊന്നുപോയി ബാഗ് എടുത്തോണ്ട് വരാൻ. ഇല്ല, എന്നെ വിടരുത് മാഡം. എന്നെ കല്യാണം കഴിപ്പിക്കാനാ അച്ഛനെ നിർബന്ധിച്ചു കൊണ്ടുപോകുന്നേ. അതൊരു അച്ഛന്റെ കടമയല്ലേ? ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. എന്തിനാ ഇത്ര ധൃതി? മോൾക്ക് അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. നേരം കളയാതെ ബാഗ് എടുത്ത് വരാൻ നോക്കോച്ചേ. മാഡം, വൈകിട്ട് 7 മണിക്ക് ശേഷം ആരെയും പുറത്തു വിടാറില്ല. ബാലൻ പോയിട്ട് നാളെ വന്നോളൂ. വേറെ ആരും കൂടെ അല്ലല്ലോ, അവളുടെ അച്ഛന്റെ കൂടെ അല്ലേ? ഞാൻ വരില്ല. അച്ഛൻ പോവാൻ നോക്ക്. നിക്കടി അവിടെ. മര്യാദയ്ക്ക് പറഞ്ഞ നീ കേക്കില്ല അല്ലേ? ഇല്ല, ഞാൻ വരില്ല. മാഡം, എന്നെ വിടരുത്. മിസ്റ്റർ ബാലൻ, കുട്ടിയെ വിടാൻ. ടീച്ചറമ്മ ദൈവത്തോർത്തതിൽ ഇടപെടരുത്. മര്യാദയ്ക്ക് പറഞ്ഞാൽ നീ കേൾക്കില്ലല്ലേ? ഞാൻ വരില്ല. നീ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നിന്റെ അമ്മയായിരിക്കും ഈ ഭവിഷ്യത്ത് മുഴുവൻ അനുഭവിക്കുക. അല്ലെങ്കിൽ തന്നെ വേണ്ടോളം അവൾ എന്റെ മേടിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലം അത്. ഇത് ഞാൻ എന്റെ മോള് തമ്മിലുള്ള പ്രശ്നം. നിന്നോട്
വാർഡനാണല്ലേ? അതെ. എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല സാർ. ഇല്ലേ? ഇല്ല സാർ. ഉണ്ടെന്നാണല്ലോ പറഞ്ഞ. ആര് പറഞ്ഞു? സ്റ്റേഷനിലേക്ക് വിളിച്ചവര്. ഇല്ല സാർ, ഇവിടുന്ന് ആരും വിളിച്ചിട്ടില്ല സാർ. നിങ്ങൾ വിളിച്ചിട്ടില്ലെന്നോ അതോ ആരും വിളിച്ചിട്ടില്ലെന്നോ? ഞാൻ വിളിച്ചിട്ടില്ല സാർ. താൻ ആരാ? എന്റെ പേര് ബാലൻ. ബാലൻ എന്താ രാത്രിയിൽ ഇവിടെ? ഇവളെന്റെ മോളാ. ഇവളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോവാൻ വന്നതാ. പിന്നെന്താ പ്രശ്നം? ഈ കുട്ടി പോവാൻ കൂട്ടാക്കുന്നില്ല സാർ. അതെന്താ? 2 ദിവസമായിട്ട് ഇവൾ വീട്ടിലായിരുന്നു. ഇന്നിങ്ങോട്ട് വന്നതേ ഉള്ളൂ. പിന്നാലെ ഇയാളും എത്തി. വീണ്ടും കൊണ്ടുപോകണോന്ന് പറഞ്ഞ് ബഹളവാ. ശ്യാമേ സാർ, കുഴപ്പമാണല്ലോടോ. കുട്ടി എന്താ അച്ഛൻ്റെ കൂടെ പോവാത്തത്? കാര്യം ചോദിക്കുമ്പോ താഴോട്ട് നോക്കാണ്ട് മറുപടി പറ കൊച്ചേ. പേടിച്ചിട്ടാ. നമ്മളാരാ? ഞാനിവിടെ കൂട്ടുകാരിയാ, റൂംമേറ്റും. എന്താ പേര്? സാന്ദ്ര. ഭയന്നിട്ടാണ് അവൾ അച്ഛനോടൊപ്പം പോവാത്തതെന്ന് സാന്ദ്രയ്ക്ക് എങ്ങനെ അറിയാം? പൊന്നു പറഞ്ഞിട്ടുണ്ട്. എന്തു പറഞ്ഞു? ചോദിച്ചത് കേട്ടില്ലേ? എന്താ പറഞ്ഞെന്ന്? മനുഷ്യനെ മെനക്കെടുത്താതെ കാര്യം പറ കൊച്ചേ. ഒരച്ഛൻ മകളെ കാണുന്ന രീതിയിലായിരുന്നില്ല കുറെ കാലമായിട്ട് പൊന്നുനെ കണ്ടിരുന്നത്. ഞാൻ കേട്ടത് ശരിയാണോ? അവര് പറഞ്ഞത് ശരിയാണോന്ന്? ശ്യാമേ, സാർ, ബാലനെ അങ്ങോട്ട് വണ്ടിയിലേക്ക് കേറ്റ്. കുറച്ച് പണിയുണ്ട്. എന്തിനാ സാർ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്റെ മോളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ഞാൻ ഒരു കുറ്റവും ഇതുവരെ ചെയ്തിട്ടില്ല. ബാലൻ കുടിച്ചിട്ടുണ്ടോ? തെറ്റല്ലേ ബാല? സ്ത്രീകൾ മാത്രം താമസിക്കുന്നിടത്ത് മദ്യലഹരിയിൽ അതിക്രമിച്ച് കയറി ബഹളം വെക്കാന്ന് പറഞ്ഞ തെറ്റ് തന്നെയാ. ശ്യാമേ, ഈ ബാലനെ അങ്ങോട്ട് കയറ്റിക്കോ. റോസി, കൊച്ചിനെ കൂടെയാണ് ജീപ്പിൽ. സാറേ, ഞാൻ പറയണമെന്ന് കേൾക്കൂ. 1 2 എത്ര സ്റ്റേഷനിൽ പറയാം. ഒന്നുമില്ല, കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. എന്റെ മോളെ അണ്ണാ, അണ്ണാ, എന്താ അറിഞ്ഞോ? ഇത് കണ്ടോ? ഇവിടെ വയസ്കൻ അറസ്റ്റിൽ. കൊച്ചി നഗരത്തിലെ പ്രമുഖ കോളേജിലെ പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റലിൽ മദ്യലഹരിയിൽ രാത്രി അതിക്രമിച്ചു കിടന്ന് ബഹളമുണ്ടാക്കിയതിന് മധ്യവയസ്കനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ ചമ്പക്കുളം തെക്കുപൊന്നാലയത്തിൽ ബാലൻ 48 അറസ്റ്റിലായത്. വിദ്യാർത്ഥിനിയും പ്രസ്തുത ഹോസ്റ്റലിലെ താമസക്കാരിയുമായ മകളെ നിർബന്ധപൂർവ്വം കൂട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ബഹളത്തിൽ കലാശിച്ചത്. ഹോസ്റ്റലിൽ നിന്ന് അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തുമ്പോഴും ബാലൻ ബഹളം തുടരുകയായിരുന്നു. ബാലനെയും മകളെയും ചോദ്യം ചെയ്തോടെയാണ് ഞെട്ടിക്കുന്ന പല വാർത്തകളും പുറത്തു വന്നത്. ബാലൻ ഒന്നും പറയാത്ത കൂട്ടാക്കത്തെയും പോലീസ് വീണ്ടും നീ എന്താടാ ബാക്കി അങ്ങ് മുഴുങ്ങിയത്? മനസ്സിൽ വായിക്കാതെ ഉറക്കങ്ങ് വായിക്കടാ. അത് പിന്നെ എന്താടാ എങ്ങടാ വായിക്കടാ. ഞെട്ടിക്കുന്ന പല വിവരങ്ങളാണ് പുറത്തു വന്നത്. വർഷങ്ങളായി പിതാവ് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നതായി പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു. ഇപ്പോഴെന്തായി? ചന്ദ്രൻ എന്തെങ്കിലും പറയുമ്പോ പരദൂഷണം. എന്തൊരു സ്നേഹമായിരുന്നു മകളോട്. വേണ്ടാത്തത് പറയല്ലേ. എത്ര കാലായി ബാലനെ നമുക്കറിയാവുന്ന. ഇതാപ്പ നന്നായി മൂപ്പുന്നേ. ഞാൻ പറഞ്ഞല്ലോ, വെണ്ടക്കാക്ഷത്തിൽ പത്രത്തിൽ വന്നതല്ലേ. ഇനിയിപ്പോ അവർക്കും തെറ്റുപറ്റണോ ആവോ. ധൃതി പിടിച്ചുള്ള കല്യാണാലോചന, അതും അയാളുടെ വരുതിക്ക് നിൽക്കുന്നവനുമായിട്ട്. മദ്യപാനവും വഴക്കും ബഹളവും മർദ്ദനവും. കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ
ഈ വാർത്ത അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞു തള്ളിക്കളയാൻ വയ്യ. ഇല്ലല്ലോ, ഞാനും അതേ പറഞ്ഞുള്ളൂ. അതെ. അല്ലട മുരളി, ഇനിയിപ്പൊ അടുത്ത നടപടി എന്താവും? ബാലൻ പെടുവല്ലേ? സംശയമുണ്ടോ? ഇത്തരമൊരു കേസ് കിട്ടിയ ഏമാമാര് വെറുതെ വിടുവോ? പത്രത്തിലും ചാനലും ഒക്കെ നിറഞ്ഞു നിൽക്കാൻ കിട്ടുന്ന അവസരമല്ലേ? എന്താ സാറ് നേരത്തെ എത്തിയോ? ഇത്തവണ അത്ര പെട്ടെന്ന് ഊരിക്കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. റൂട്ട് വരച്ചതേ DYSP സാറാ. ബാല ബാല സുഗുണൻ സാറോ, ഞാൻ എന്ത് തെറ്റ ചെയ്ത സാറേ എന്നുള്ളിലിട്ടത്? അവൾ ഒപ്പിട്ട? അവൾക്ക് സാറിനോട് എന്തോ പറയാനുണ്ട്. എന്തോന്ന് പറയാൻ? അവൾ എന്താ പറയാൻ പോണെന്ന് എനിക്കറിയാം. സർ അത് എനിക്ക് വളരെ അടുത്തറിയാവുന്ന ആളാണ് സർ. ഇന്നലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന ബാലൻ. എനിക്കറിയാം. ആ ഒരു കെയർ ഓഫിലാണല്ലോ കഴിഞ്ഞ തവണ മകളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോയത്. സുഗുണ, ഇതിലിടപെടണ്ട. നാറ്റ കേസാ. അയ്യോ, ഇദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുക. അത്തരത്തിലൊരാളല്ല ബാലൻ. അയാൾ മകളോട് അങ്ങനെ ഇടപെടുമെന്ന് തോന്നുന്നില്ല. മകളെന്ന് വെച്ചാൽ അയാൾക്ക് ജീവനാ സർ. മകൾക്കോ അച്ഛനോടൊപ്പം പോകാൻ സമ്മതമില്ലെന്ന് പറയുന്നതും പ്രായമായതിനു ശേഷം തന്നോടുള്ള അച്ഛന്റെ സമീപനം ശരിയല്ലെന്ന് പറയുന്നതും സുഗുണ, നീ പറയുന്ന മകളാ. വിശ്വസിക്കാൻ കഴിയുന്നില്ല സർ. ചെറുപ്പം മുതലേ എനിക്ക് അറിയാവുന്നതാ ബാലനെ. ഇനിയിപ്പോ എന്താ സർ ചെയ്യാനാവുക? എന്ത് ചെയ്യാനാ? പണ്ട് നായനാർ സഖാവ് പറഞ്ഞൊരു സംഗതിയുണ്ട്, പെണ്ണുള്ളിടത്തെ പെൺവാണിവുണ്ടാകൂ. അന്നത് വലിയൊരു വിവാദമായെങ്കിലും ഇന്ന് ആ വാക്കുകൾ അടിവരയിട്ട് അംഗീകരിക്കാതെ വയ്യ. മുഖം നഷ്ടപ്പെടുമ്പോൾ ആ പെൺകുട്ടി അവരുടെ അടുത്ത് ചെല്ലുന്ന അവർക്ക് ഉറപ്പുണ്ട്. അതാണ് അവരുടെ ആവശ്യവും. അച്ഛനെ കുറിച്ച് അല്ലടോ അവളിപ്പോൾ ചിന്തിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ അവൾ ആവശ്യപ്പെട്ടതേ ഒരു ആന്റിയെ വിളിച്ചു കൊടുക്കാനാ. അവക്കറിയില്ലല്ലോ ആ ആന്റി പറഞ്ഞിട്ടാണ് അവളിവിടെ എത്തിയതെന്ന്. ആന്റി എന്ന് പറയുമ്പോ ആ ഉഷയാണോ സർ? അത് തന്നെ. DYSP അദ്ദേഹത്തിന്റെ ഒരു കക്ഷിയാ. ഹോസ്റ്റലിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെന്ന് എന്നെ വിളിച്ചു പറഞ്ഞതും അദ്ദേഹം തന്നെയാ. തന്തേം മോളെയും പൊക്കിക്കൊണ്ടുവരാനേ പറഞ്ഞുള്ളൂ. പിന്നീട് നടന്ന ഒരു തിരക്കഥ പോലെയാ. രണ്ടിനെ പൊക്കി ഇവിടെ വന്നപ്പോ കഥയും മെനഞ്ഞ് പത്രക്കാര് നിപ്പുണ്ട്. പാവം, ഈ ഒരു മകൾക്ക് വേണ്ടി മാത്രം ജീവിച്ചവനാ സർ അവൻ. വിധിയാണടോ. പ്രായമാകുന്നത് വരെ മതി അച്ഛനും അമ്മയൊക്കെ. പിന്നീട് അവർ ശത്രുക്കളാ. കണ്ടില്ലേ അവളെ? ഇല്ല സർ. കാണടോ. കണ്ടിട്ട് അവൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ താൻ കേക്ക്. സാറ് അകത്തുണ്ട്. എന്താ കാര്യം? മണിയപ്പ, എന്തൊക്കെ സാറേ ഞാൻ കേൾക്കുന്നത്? ബാലനെവിടെ? അകത്തുണ്ട്. എനിക്കൊന്ന് കാണാൻ പറ്റൂ? ഇപ്പൊ കാണണ്ട. എല്ലാ കാര്യങ്ങളും SI സാറിന് അറിയാവുന്നതല്ലേ? പഴയ SI അല്ല, പുതിയ ആളാ. ദൈവമേ, ഇനിയിപ്പോ എന്താ സാറ് ചെയ്യാ? സംഗതി അറിഞ്ഞോ? ബാലനകത്താകും. ആര് പറഞ്ഞു? എറണാകുളത്തുനിന്ന് ഇപ്പൊ വിളിച്ചു വച്ചതേ ഉള്ളൂ. പത്രത്തിൽ വന്നൊക്കെ സത്യാണല്ലേ? എന്ന് വെച്ചാ ഞാനൊരു തികഞ്ഞ രാഷ്ട്രീയക്കാരനായതുകൊണ്ടും എന്റെ വാക്കുകൾ വളച്ചൊടിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാലും
ബാലനെ കുറിച്ച് പരസ്യമായ അഭിപ്രായം പറയാൻ ഞാൻ തയ്യാറല്ല. എന്നിരുന്നാലും അറിഞ്ഞ കാര്യം പറയാതിരിക്കുന്നത് ഉചിതമല്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ നോക്കിക്കൊണ്ട് നിന്നാ കൊള്ളാം. ഇനിയുള്ള കാലം ബാലനകത്ത് തന്നെ ആയിരിക്കും. എന്തിനാടോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരും? ഇയാൾ എന്ത് എങ്ങനെയുണ്ട്? ഇതാ ഞാനൊന്നും പറയാത്തത്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും മൂപ്പിലെ. ബാലിനെ പറഞ്ഞിട്ട് ഇയാളെന്ത് നേടാനാ? ചന്ദ്ര നീ പറയടാ. ആ, ബാലൻ നമ്മുടെ പാർട്ടിക്കാരനല്ലെങ്കിലും ഈ നാട്ടുകാരൻ എന്ന പരിഗണന വച്ച് ബാലന്റെ മേൽ ഒരു കണ്ണുണ്ടാവണമെന്ന് ഞാൻ ജില്ലാ കമ്മിറ്റി ആസ്ഥാനത്ത് പറഞ്ഞിരുന്നു. ഏറ്റില്ലേ? അവിടെ SIയെ വിളിച്ചപ്പോഴാണ് സംഗതി അറിഞ്ഞത്. ജീവപര്യന്തം വരെ കിട്ടാവുന്ന വകുപ്പിലാണ് കേസ്. അതിന് ബാലൻ ആരെങ്കിലും കൊന്നോ? എങ്കിൽ എത്ര നന്നായിരുന്നു. അയ്യോ മാറിപ്പോ. എടോ, തന്റെ ഭാര്യയെ താൻ വെറുതെ ഒന്ന് തല്ലിയ താൻ ഉണ്ട തിന്നും. ഉണ്ട. തന്റെ നാവിക്ക് അവൾ തവിക്കണ കയറ്റിയാൽ അവക്കാവാട്. ഇനി അടിച്ച് അവശനാക്കി അത്യാചാരത്തിലാക്കിയെന്ന് വെച്ചോ, പിന്നെ അവളാണ് താരം. പൂമാലയും സ്വീകരണവും അനുമോദനവും ഒന്നും പോരാഞ്ഞ് ചാനലിൽ നമുക്ക് ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല. അതെന്ത് തന്തയില്ലാകെയാടോ? ചെലവിന് കൊടുക്കാൻ നമുക്ക് ഒരു വിലയില്ലേ? ഇല്ലെന്ന് ആര് പറഞ്ഞു? രണ്ടിലൊരാളില്ലെങ്കിൽ ലോകമില്ലടോ. ആണും പെണ്ണും പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നിടത്തെ സ്നേഹവും സമാധാനവും ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതിൽ കൂടുതൽ എനിക്കറിയാം ബാലനെ. ഒരച്ഛനും ഇതുപോലൊരു മകളെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അവന്റെ സ്നേഹത്തിന് മറ്റൊരർത്ഥമുണ്ടെന്ന് പറഞ്ഞില്ലേ ആരോ? അതാര് പറഞ്ഞാലും ദൈവം പൊറുക്കില്ല. ഓ, തത്വം പറയാൻ കൊള്ളാം. ഇയാളിപ്പോഴും ഗാന്ധിയൻ മുരട്ട് തത്വവാദം കൊണ്ട് നടക്കുക. ഗാന്ധിയൻ തത്വവാദം അത്ര മുരട്ട് തത്വവാദം അല്ല മുരളി. അങ്ങനെ ആണെങ്കിലാ താൻ ഇങ്ങനെ ഇവിടെ നിന്ന് സംസാരിക്കത്തില്ലായിരുന്നു. ഒരു മുറുക്കാൻ പറ്റിയിട്ടുണ്ട്. എടുക്കാനാ തത്വം പറയുന്നു. ഏതില് പോയാലും കൊട്ടി ചന്ദ്രന്റെ മണ്ടയ്ക്ക. ചക്രവാളത്തിന്റെ മറുപുറം തേടുന്ന കാറ്റേ, കാതേകുമോ കനിവോടെ നനവോടെ കാതേകുമോ? ചക്രവാളത്തിന്റെ മറുപുറം തേടുന്ന കാറ്റേ, കനിവോടെ നനവോടെ കാതേകുമോ? രാരിരം പാടുന്ന നെഞ്ചുമായി നീ വന്നൊരായമായി കളിയൂഞ്ഞാലാട്ടേ, പൂമണി മുറ്റത്തെ കൊമ്പിൽ ലാളിച്ച കൈകളിൽ തീ വീണു പൊള്ളിയോ, ലാളിച്ച കൈകളിൽ തീ വീണു പൊള്ളിയോ? തണലാമരം ഇന്നു നിഴലാഴമായി ജന്മബന്ധങ്ങൾ മുറിവേറ്റ മണ്ണിൽ, തണലാമരം ഇന്നു നിഴലാഴമായി ജന്മബന്ധങ്ങൾ മുറിവേറ്റ മണ്ണിൽ, വിധിയുടെ വിതുമ്പലെന്നോണം, വിധിയുടെ വിതുമ്പലെന്നോണം ഈ കഥ ഓർത്തേറ്റുപാടന്റെ കാറ്റേ, ചക്ര
ചക്രവാളത്തിന്റെ മറുപുറം തേടുന്ന കാറ്റേ കാതേകുമോ കനിവോടെ നനവോടെ കാതേകുമോ കടൽ ചിതറി തിരയിളകി നിന്നപ്പോ തുളവീണ തോണിയിൽ മറുകരക്കെത്തുവാൻ തുഴയുന്ന സത്യത്തിൻ തുടുനെഞ്ചു വിങ്ങവേ തുഴയുന്ന സത്യത്തിൻ തുടുനെഞ്ചു വിങ്ങവേ പറയാത്ത വാക്കിൻ്റെ അക്ഷരം മറയാക്കി തടവറയിൽ എന്നെ തളച്ചതും ചെയ്യാത്ത കുറ്റത്തിനേത്തും ഇടിച്ചതും നിങ്ങളിൽ ചിലരൊക്കെയല്ലേ തിരികെട്ട വഴിയിലെ ദീനമണിനാദമാ നീ കേട്ടുപോയി വിലാപം നീ കേട്ടുപോയി വിലാപം ചക്രവാളത്തിന്റെ മറുപുറം തേടുന്ന കാറ്റേ കാതേകുമോ കനിവോടെ നനവോടെ കാതേകുമോ ആ നാറിയുടെ മുഖത്ത് നോക്കി രണ്ട് വർത്താനം പറഞ്ഞില്ലെങ്കിൽ കിടന്ന ഉറക്കം വരില്ല. ഇത് എന്തിന്റെ കേടാ? നമുക്ക് നമ്മുടെ പെണ്ണിന്റെ കാര്യം നോക്കിയാ പോരെ? പോരാ, കുറെ കാലത്ത് കണക്ക് തീർക്കാണ്ട് എനിക്ക് അവനോട്. ഇത് കേട്ടാനിയാ ചേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇവിടെ അവൻ വിളിച്ചോണ്ട് പോയപ്പോ തകർന്നത് ഞങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവുമാണ്. ഇത്രയും കാലം ഞങ്ങൾ അനുഭവിച്ചത് മുഴുവൻ ഇനി അവൻ അനുഭവിക്കും. വരട്ടെ, അവനെ കണ്ടിട്ട് പോയാ മതി. വേണ്ട, ആരും ചോദിക്കാനും പറയാനും ഒന്നും നിൽക്കണ്ട. അയാൾ എനിക്കിനി കാണാൻ വേണ്ട. അവള് പറഞ്ഞതാ ശരി. ഇനി ഒരു പ്രശ്നം കൂടി ഉണ്ടാക്കിയാൽ കൂടുതൽ വിഷമിക്കുന്നത് ആരാ? ആലോചിച്ചു നോക്ക് രണ്ടുപേരും. ഇറങ്ങാ ചേച്ചി. വാ മോളെ. പോകാൻ തീരുമാനിച്ചോ? ഒന്നുകൂടെ ആലോചിച്ചൂടെ? ഇനി എന്താലോചിക്കാനാ? വാ വാ. ഹലോ,
ജയിലിലെ ചാപ്പാടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിന്റെ കെട്ടിയോള് വെക്കുന്നതിനേക്കാളും നന്നായിരിക്കും. എന്തേ നീ എന്തിനാ മണിയപ്പ ചൂടാവുന്നേ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. തന്ത ചത്താലും നിനക്കൊക്കെ ഒരു തമാശയാ. അതിനെങ്ങനെയാ? മനുഷ്യന്റെ രൂപം ഉണ്ടെന്നല്ലാതെ മനുഷ്യത്വം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിട്ടില്ലല്ലോ. കഷ്ടം. മനുഷ്യത്വമുള്ള മഹാന്മാർ വല്ല ഉളിപ്പുണ്ടോ നോക്കിക്കേ. മോളെ പൊറിപ്പിക്കാൻ പോയിട്ട് ഉണ്ടി നിന്ന് വരുവാ മനുഷ്യത്വമുള്ള മഹാന്മാര്. അവളെയും മോളെ ആങ്ങളമാരങ്ങ് കൊണ്ടുവരിക്കല്ലേ. ഹലോ, ഒന്ന് അറിയിച്ചിട്ട് വന്നിരുന്നെങ്കിൽ നല്ല സ്വീകരണം ഏർപ്പാടാക്കായിരുന്നു. വേണ്ട, ഇവനെയൊക്കെ ഭൂമിക്ക് മേലെ വെച്ചേക്കരുത്, തട്ടിക്കളഞ്ഞേക്കണം. നീ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കണ്ട. പിന്നെ ഞാൻ എവിടെ പോവാനാ? എടാ, എന്റെ വീട് നിനക്ക് അന്യമാണോ? വേണ്ട, എന്നായാലും ഞാനിവിടെ ഉറങ്ങേണ്ടവനല്ലേ. എന്നാ എന്തെങ്കിലും ഇത്തിരി കഴിച്ചിട്ട് വരാം. ഉമിനീര് പോലും ഇറക്കാൻ പറ്റണില്ല. പോയിക്കോ. എൻ കുഞ്ഞുറങ്ങിക്കോൾ, എൻ കുഞ്ഞുറങ്ങിക്കോൾ, എൻ കുഞ്ഞുറങ്ങിക്കോൾ എൻ്റെ തങ്കം. അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചെലകൾ രാരീരം രാരീരോ രാരീരാരോ. എൻ കുഞ്ഞുറങ്ങിക്കോൾ, എൻ കുഞ്ഞുറങ്ങിക്കോൾ, എൻ കുഞ്ഞുറങ്ങിക്കോൾ എൻ്റെ തങ്കം. എന്താ സുരക്ഷ കരികൂടി? ആരാ മരിച്ചത്? നമ്മുടെ ബാലൻ. ബാലനോ? അവനെന്താ ചാകാനൊക്കത്തില്ലയോ? എന്നാലും എന്താ പറ്റിയത്? എന്തോ പറ്റാനാ, കേറി അങ്ങ് തൂങ്ങി. ദൈവമേ, എന്ത് വിഡിത്തം അവനെ കാണിച്ചത്. അതുകൊള്ളാം, ആരെങ്കിലും തല്ലി കൊല്ലാതിരുന്നത് എന്റെ ഭാഗ്യം. ഈ നാടിന് ഇത്രയും പേരുദോഷം ഉണ്ടാക്കിയ ഇയാള് ജീവിച്ചിരുന്നിട്ട് എന്തോ ചെയ്യാനാ? അവൻ അത്തരക്കാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചേടാ, അയാള് മോശക്കാരനെന്ന് പറഞ്ഞത് നമ്മൾ നാട്ടുകാരൊന്നും അല്ല, അയാളെ മോള് തന്നെയാ. പടാ, ഇന്നലെ വരുന്ന വഴിക്ക് രണ്ടുപേരും കൂടി കടയിൽ കയറിയതാ. എല്ലാം കഷ്ടകാലമാവാലാന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചതാ. ഇവൻ ഇത്ര ആത്മധൈര്യം ഇല്ലാത്തവനായി പോയെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. സ്വന്തം മകള് കാരണം ജയിലിൽ കിടക്കേണ്ടി വന്നില്ലേ? ആ കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം പോലീസുകാർ ഒപ്പിച്ച പണിയാ. നമ്മളെല്ലാം ഒരുമിച്ച് നിന്നാ പല പോലീസുകാരുടെയും തൊപ്പി തെറിക്കുന്ന പണിയാ. എന്നിട്ട് എന്തിനാ ആ കൊച്ചു സത്യം പറഞ്ഞ നാട്ടുകാർ വിശ്വസിക്കോ? ഓരോരുത്തർ എന്തെല്ലാമാ ഷാപ്പിലിരുന്ന് പറയുന്നത്. അതങ്ങനെയാടോ, ചാഞ്ഞു കിടക്കുന്ന മരത്തിലല്ലേ ഓടിക്കേറാൻ നോക്കൂ. ചത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവനെ കുറ്റം പറയുന്ന കൂട്ടിൽ നമ്മളും ഉണ്ടായിരുന്നേനെ, അല്ലേ ചന്ദ്ര? അതെ അതെ. ഇനി ഒരുത്തനും ഇങ്ങനൊരു ദുർഗതി ഉണ്ടാവരുത്. അത് കണക്കുകൂട്ടി തന്നെയാ ഞാൻ ചാനലുകാരെ വിളിച്ചു വരുത്തുന്നത്.
വൈകിട്ടത്തെ TV-യിൽ ഈ വാർത്തയൊന്ന് വന്നോട്ടെ. അപ്പൊ കാണാം ഈ മുരളിയുടെ കളി. മണിയപ്പാ, പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ വരും. കൂട്ടുകാരൻ പോയി ലേടോ. പോട്ടെ, നാട്ടുകാരെ നാവിന്ന്. ഇനിയെങ്കിലും എല്ലാവർക്കും സമാധാനാവുമല്ലോ. ബാലന്റെ ഭാര്യ മോളും വരണമല്ലോ. അവര് വരാതെ ഇവന്റെ ശരീരം ഞാൻ അവിടെ എടുപ്പിക്കില്ല. അമ്മയും മോളും വന്ന് കാണട്ടെ. എന്തിനു വേണ്ടിയാണ് അവരിതൊക്കെ ചെയ്തെന്ന് അറിയുമ്പോ ചങ്ക് പൊട്ടി ചാകട്ടെ. നന്ദിയില്ലാത്ത വർഗം. എന്തിനാ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ബാലൻ ഈ കടുങ്കൈ ചെയ്യുമായിരുന്നില്ല. അവളെ എന്തിനാ പറയുന്നത്? പറഞ്ഞു കേട്ടതും പത്രത്തിൽ വന്നതും നോക്കുമ്പോ ഒരു പെണ്ണും ഇവിടെ നിക്കത്തില്ല. ആ പെങ്കൊച്ചിന് ഏതാണ്ട് പണക്കാരൻ ചെക്കനായിട്ട് ഭയങ്കര ബന്ധമുണ്ടായിരുന്നെന്നോ, രണ്ടാളെയും കൂടി ഹോട്ടലിൽ നിന്ന് പിടിച്ചെന്നൊക്കെ പറയുന്ന കേട്ടത്. വെറുതെ എല്ലാം ധൃതി പിടിച്ച് കെട്ടിക്കാനായിട്ട് നിന്നത്. അല്ല, മണി എന്നെ ഈ വിവരമൊന്നും അറിയില്ലായിരുന്നോ? ഇല്ലെന്നാ കേട്ടത്. ആണോ? എന്തായാലും പോവാനുള്ളത് പോയി. അല്ല, ഇതാരൊക്കെ ഈ വരുന്നത്? ഓ, ചാനലുകാരാന്നാ തോന്നുന്നേ. അവന്മാരുടെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല കളിയായി. ഞാനിപ്പോ നിൽക്കുന്നത് ബാലന്റെ വീട്ടിലാണ്. നമ്മൾ മറന്നിട്ടില്ല ബാലനെ. മകളെ നിരന്തരമായി പീഡിപ്പിക്കുന്ന കുറ്റത്തിന് ജയിലടക്കപ്പെട്ട ബാലൻ ഇന്നലെയാണ് ജാമ്യത്തിലിറങ്ങി വീട്ടിലെത്തിയത്. നിരപരാധിയാണെന്ന് നാട്ടുകാർ മുഴുവൻ വിശ്വസിക്കുന്ന ബാലനെ ഇന്ന് രാവിലെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുറ്റാരോപിതനായ ബാലനെ കുറിച്ച് നാട്ടുകാർക്കും തെറ്റു പറയാനില്ലെന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വസ്തുത. പിന്നെങ്ങനെ ഇത് സംഭവിച്ചു? ഈ കേസ് പോലീസ് കെട്ടിച്ചമച്ചതാണോ അതോ മറ്റെന്തെങ്കിലും? ബാലന്റെ നാട്ടുകാരോട് തന്നെ നമുക്ക് ചോദിക്കാം. ബാലൻ ഈ നാടിന്റെ വേദനയാവുകയാണ്. നല്ലവനും സൽസ്വഭാവിയുമായ ബാലന് സംഭവിച്ച ദുരന്തത്തിൽ ഞങ്ങളെല്ലാവരും അതീവ ദുഃഖിതരാണ്. ബാലൻ പ്രതിയായിരിക്കുന്ന കേസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത്ഭുതത്തോടെയാണ് ഞങ്ങൾ ആ വാർത്ത വായിച്ചത്. എങ്ങനെ ബാലനുമേൽ ഇത്തരമൊരു കുറ്റം ആരോപിക്കപ്പെട്ടു എന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലെന്ന് മാത്രമല്ല, അത് ഞങ്ങളാരും വിശ്വസിക്കുന്നുമില്ല. കാരണം ഞങ്ങൾക്കറിയാം ബാലനെ. ബാലൻ ഞങ്ങളൊരുവനായിരുന്നു. ബാലന്റെ സന്തോഷം ഞങ്ങളുടെ സന്തോഷമാണ്. ബാലന്റെ ദുഃഖം ഞങ്ങളുടെ ദുഃഖമാണ്. ബാലൻ സ്വന്തം മകളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ഈ മുരളിക്ക്. ബാലനെ അപരാധിയാക്കിയത് നിങ്ങൾ ചിലരൊക്കെ തന്നെയാണ്. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കാണിച്ചാലും ബാലൻ നിരപരാധിയാണെന്ന് ഈ പൊതുസമൂഹത്തെ കൊണ്ട് പറയിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ബാലൻ ആരായിരുന്നെന്നും അയാൾക്കയുടെ മകൾ ആരായിരുന്നെന്നും അറിയാവുന്ന ചിലരെങ്കിലും ഇവിടെ ഉണ്ട്. ബാലന്റെ ശവം കൊണ്ട് ഇനി ആരും കളിക്കണ്ട. ഇവിടെ അയാളും അയാളെ കുറിച്ചുള്ള വിവാദങ്ങളും ഇവിടെ ഈ മണ്ണിൽ എരിഞ്ഞടക്കട്ടെ. മണിയപ്പ മോനെ, ബാലന്റെ പെണ്ണും ആങ്ങളാരും ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഇനി വഴക്കിനും വയ്യാവേലിക്കും ഒന്നും പോണ്ട. സമാധാനമായല്ലോ അല്ലേ? ഈ അവസരത്തിൽ ഇങ്ങനെ പറയാൻ പാടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ പറയാതിരുന്ന എന്റെ ബാലിന്റെ ആത്മാവ് എന്നോട് പൊറുക്കില്ല. എന്ത് തെറ്റാടോ അവൻ നിങ്ങളോടൊക്കെ ചെയ്തത്? 18 വർഷം അവനോടൊപ്പം ജീവിച്ചത് നിങ്ങളുടെ ഈ പെങ്ങള്. ഇത്രയും കാലം കൂടെ കഴിഞ്ഞ് ഭാര്യയ്ക്കായില്ല അവനറിയാൻ. ആരോടൊന്നും പറയാതെ എല്ലാം ഉള്ളിൽ ഒതുക്കുകയായിരുന്നു. നിങ്ങളൊക്കെ അറിഞ്ഞ ഈ ജന്മം മുഴുവൻ ദുഃഖിക്കുമെന്ന് അവനറിയാം. ഇടയ്ക്കെപ്പോഴോ അവൻ എന്നോട് ചോദ്യം ചോദിച്ചു, ഇത്തിരി മണിയ എന്റെ മോളെന്നെ ശിക്ഷിക്കണേന്ന്. മണിയ മിണ്ടരുത്.
കുടിയനും താന്തോന്നുമായിരുന്നവൻ ഒരു മനുഷ്യനായത് നീ കാരണം. അതേ നീ തന്നെയാ അവന് ചിതയിലേക്ക് എടുക്കാനും കാരണം. മോളെ, നീ വന്ന് കാണാൻ വേണ്ടി മാത്രം അവനെ ഞാൻ അവിടെ തന്നെ നിർത്തിയത്. കണ്ടില്ലേ കണ്ടില്ലേ അവൻ നിൽക്കുന്ന നിൽപ്പ്. ചക്രവാളത്തിന്റെ മറുപുറം തേടുന്ന കാറ്റേ, കാതേകുമോ കനിവോടെ നനവോടെ കാതേകുമോ? ചക്രവാളത്തിന്റെ മറുപുറം തേടുന്ന കാറ്റേ,